الله. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സിയറയുടെ റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന കഴിഞ്ഞ ഭാഗം നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായിക്കൊണ്ടുള്ള ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത്, കാന അബൂ ലഹബിൻ യഫഅലു കുല്ല ദാലിക വഹുവ അമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജാറുഹു. അബൂ ലഹബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ലഹബും ആ മനുഷ്യൻ്റെ ഭാര്യയായ ഉമ്മു ജമീൽ എന്ന് പറയുന്ന സ്ത്രീയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ വായിച്ച് കേട്ടിരുന്നു. ഈ അബൂ ലഹബ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തി അമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജാറുഹു, പ്രവാചകന്റെ പിതൃവ്യനാണ് ഒരു ഭാഗത്തിൽ കൂടെ, അതേപോലെ തന്നെ അയൽവാസിയുമാണ്. കുടുംബത്തിൽപ്പെട്ട പിതാവിൻ്റെ സ്ഥാനത്തുള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു അയൽവാസി തൻ്റെ അയൽവാസിക്ക് ചെയ്യേണ്ടുന്ന ആ നിലക്കൊക്കെ ധാരാളം നല്ല നിലക്കുള്ള സഹവാസങ്ങളും ഇടപാടുകളും ഉണ്ടാവേണ്ടതാണ്. അതിന് വിരുദ്ധമായിരുന്നു ഈ മനുഷ്യൻ്റെ പ്രവർത്തനം. കാന ബൈത്തുഹു മുൽസഖൻ ബിബൈത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അബൂ ലഹബിൻ്റെ വീട് പ്രവാചകന്റെ വീടിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അടുത്ത അയൽവാസി, കുടുംബപരമായിട്ടുള്ള ബന്ധവുമുണ്ടായിരുന്നു. കമാ കാന ഗൈറുഹു മിൻ ജീറാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദൂനഹു വഹുവ ഫീ ബൈത്തിഹി. മറ്റുള്ള അയൽവാസികളും അബൂ ലഹബിനെ പോലെ തന്നെ അവരൊന്നും ഈ ദഅവത്തിനോ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഈ പ്രബോധനത്തിനോ സഹായികളായിട്ട് നിൽക്കുന്നതിന് പകരം അവർ പല നിലക്കുള്ള ഉപദ്രവങ്ങളും പ്രവാചകനോട് കാണിച്ചിരുന്നു, പ്രവാചകൻ വീട്ടിലുള്ള സമയത്തും അല്ലാത്ത സമയത്തും. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മഹുല്ല പറയാണ്, കാനൻ നഫറുല്ലദീന യുദൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈത്തിഹി അബൂ ലഹബിൻ. അബൂ ലഹബ് എന്ന് പറയുന്ന ഈ പിതൃവ്യനായ മനുഷ്യൻ കുടുംബത്തിന് വീട്ടിൽ വെച്ച് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്ന അയൽവാസികൾ എന്നുള്ള നിലയ്ക്ക്. ഹക്കമുബിന് അബുൽ ആസുബിന് ഉമയ്യ എന്ന് പറയുന്ന മനുഷ്യൻ, ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്, അദിബിൻ ഹംറാ തഖഫി, ഇബ്നുൽ അസ്ദാ അൽ ഹുദലി, ഇവരൊക്കെ പ്രവാചകന്റെ അയൽവാസികളായിരുന്നു. ലം യുസ്ലിം മിൻഹും അഹദുൻ ഇല്ലൽ ഹക്കമുബിനു അബുൽ ആസ്. ഹക്കമുബിന് അബുൽ ആസ് എന്ന് പറയുന്ന മർവാനുബിനു അൽ ഹക്കം എന്ന് പറയുന്ന ഉമയ്യ ഭരണകൂടത്തിൻ്റെ പിതാവായിരുന്ന മർവാൻ റഹിമഹുല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ അടുത്ത ബന്ധം, അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പോലെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു മർവാൻ ബിൻ ഹക്കം. ആ മർവാനിൻ്റെ പിതാവാണ് ഈ പറയുന്ന ഹക്കം ബിൻ അബുൽ ആസി എന്ന് പറയുന്ന ആൾ. ഈ മനുഷ്യൻ, ഈ വ്യക്തി മാത്രമാണ് പിന്നെ ഇസ്ലാമിലേക്ക് വന്നത്. അല്ലാത്ത മുകളിൽ പറഞ്ഞ അയൽവാസികളായ പ്രവാചകന്റെ അയൽവാസികളായ ഇവരാരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഫക്കാന അഹദുഹും യത്റഹു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മ ഷാത്തി വഹു യുസല്ലി. നിസ്കരിക്കുന്ന സമയത്ത് ആടിൻ്റെയൊക്കെ ആമാശയങ്ങളും മറ്റും പ്രവാചകന്റെ മേൽ കൊണ്ടുവന്ന് ഇടലുണ്ടായിരുന്നു എന്നൊക്കെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മഹുല്ല പറയാണ്. ഈ സംഭവങ്ങൾ ഹദീസിന്റെ സനദുകളൊക്കെ നോക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ ബലഹീനതയുണ്ട്. വക്കാന അഹദുഹും യത്റഹുഹാ ഫീ ബുർമത്തിഹി ഇദാ നുസിബത് ലഹു. ഭക്ഷണമുണ്ടാക്കുന്ന കലത്തിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ എഴുതി വച്ച സംഭവങ്ങളുണ്ട്. അത് ഹദീസ് എന്നുള്ള നിലക്കതിനെ ഈ ഭാഗം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സനദിൽ ചില ബലഹീനതകളുണ്ട്. എങ്കിൽ പോലും പല നിലക്കുള്ള ഉപദ്രവങ്ങൾ ഈ അടുത്ത വീട്ടുകാരായ ആളുകളിൽ നിന്ന് പോലും പ്രവാചകന് നേരിടേണ്ടി വന്നിരുന്നു. ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വളരെ ദുഷിച്ച നിലക്ക്, വളരെ മോശപ്പെട്ട നിലക്ക് പ്രവാചകനെ ഉപദ്രവിച്ചത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹദീസുകളിൽ കൂടെ വന്നൊരു സംഭവമുണ്ട്. ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഫീ ഷഖാവത്തിഹി വ ഖൈബത്തി വ ഖുബ്തിഹി, പ്രവാചകനോട് കാണിച്ചിരുന്ന ആ മനുഷ്യൻ്റെ വൃത്തികേട്, ആ മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ മേൽ അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ. ഫഖദ് റവൽ ബുഖാരി റഹിമഹുല്ല അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അദ്ദേഹം വളരെ ബലഹീനനായ, ശാരീരികമായിട്ടുകൂടി വളരെ ബലഹീനനായ ഒരു വ്യക്തിയായിരുന്നു. ആദ്യകാലം ഇസ്ലാമിലേക്ക് വന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സാമൂഹികമായിട്ടോ ശാരീരികമായിട്ടോ വലിയ കെൽപ്പും പവറും കഴിവുമൊന്നും ഉള്ള ആളായിരുന്നില്ല. പക്ഷേ ഇസ്ലാമും ദീനും ആ കാര്യത്തിൽ അദ്ദേഹം മുൻകടന്നു വന്ന ആളായിരുന്നു. ദീന് പഠിച്ച കൂട്ടത്തിൽ, ഖുർആൻ പഠിച്ച കൂട്ടത്തിലൊക്കെ
ശാരീരികമായിട്ട് വലിയ പവറോ കഴിവോ കുടുംബപരമായിട്ട് വലിയ സ്വാധീനമോ ഇല്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഈ സംഭവം അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി ഇൻദൽ ബൈത്ത്. ഒരു ദിവസം പ്രവാചകൻ കഅബ ഷരീഫിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുകയാണ്. അപ്പോൾ അബൂജഹലിൻ വ അസ്ഹാബുൽ ലഹു ജുലൂസുൻ, അബൂജഹൽ മുശ്രിക്കുകൾ ഫിർഔനു ഹാദിഹിൽ ഉമ്മ എന്ന് പ്രവാചകൻ പറഞ്ഞ ഈ സമുദായത്തിലുള്ള ഫിർഔൻ, അത്ര ദുഷിച്ച മനുഷ്യനായിരുന്നു അബൂജഹൽ. ആ മനുഷ്യനും അവൻ്റെ കൂട്ടുകാരുമായ ആളുകളും ആ കഅബ ഷരീഫിന്റെ പരിസരത്തിൽ സദസ്സിലിരിക്കുന്നുണ്ട്. പ്രവാചകൻ ഇപ്പുറത്ത് വന്ന് നിസ്കരിക്കും. ഇത് ഖാല ബഅദുഹും ലിബഅദിൻ. അപ്പോൾ അവരിങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അവരിൽപ്പെട്ട ചിലർ മറ്റു ചിലരോട് പറഞ്ഞു, അയ്യക്കും യജീഉ ബിസലാ ജസൂരിൻ ബനി ഫുലാനിൻ ബനു ഫുലാൻ. അന്ന് അവിടെ ഒട്ടകങ്ങളെ അറുത്ത് അതിൻ്റെ മാംസങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവരറുത്ത് ഒഴിവാക്കിയ ഒട്ടകങ്ങളുടെ കുടൽമാലകൾ ആരാ കൊണ്ടുവരിക? എന്നിട്ട് ഫയളഉഹു അലാ ളഹരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ്. ഈ മുഹമ്മദ് സുജൂദ് ചെയ്യുമ്പോൾ, സുജൂദിൽ കടക്കുമ്പോൾ അവൻ്റെ പെരടിയിൽ കൂടെ തലയിൽ കൂടെ ആരാ കൊണ്ടുവന്നിടുക? ചീഞ്ഞു നാറിയ വൃത്തിഹീനമായ വളരെ ഭാരമുള്ള ഒട്ടകത്തിൻ്റെ ആമാശയം കുടൽമാല എന്നാണ്, ഒരുപാടുണ്ടാകും, വലിയ ജീവിയാണ്. അത് ഇവൻ സുജൂദ് ചെയ്യുമ്പോൾ ആരാണ് കൊണ്ടുവന്നിടുക? പരസ്പരം അവർ പരിഹസിച്ചുകൊണ്ട് കളിയാക്കി ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഏത് തെറ്റുകൾ ചെയ്യുകയാണെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും ദുഷ്ടരായ ആളുകളുണ്ടാകും. ഈ പറയുന്ന ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, ഇത് ചോദിച്ച സമയത്ത് ഫൻ ബഅസ അഷ്ഖൽ ഖൗം, ആ സമൂഹത്തിൽ ആ കൂട്ടത്തിലുള്ള ഏറ്റവും പരാജയപ്പെട്ട ദുഷ്ടനായ മനുഷ്യൻ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് പോയിട്ട് ഫജാ അബിഹി, ആ കുടൽമാലകൾ വലിച്ച് പേറിക്കൊണ്ടുവന്നു. അങ്ങനെ ഫനദറ, അവൻ കാത്തുനിന്നു. ഹത്താ ഇദാ സജദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയപ്പോൾ വളഅ അലാ ളഹരിഹി ബൈന കത്തിഫൈ, രണ്ട് ചുമലിൻ്റെ ഇടയിൽ, ഷോൾഡറിൻ്റെ ഇടയിലായിട്ട് തൻ്റെ പ്രവാചകൻ്റെ പുറത്ത് അത് കൊണ്ടുവന്നിട്ടു. അങ്ങനെ വഅന അൻദുർ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഈ രംഗം ഞാൻ നോക്കി നിൽക്കുകയാണ്. ലാ ഉഗ്നി ഷൈഅൻ, എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. അദ്ദേഹത്തിന് ശാരീരികമായിട്ട് കഴിവില്ല. ആ പറയുന്ന പ്രമുഖരായ ഖുറൈശി പ്രമുഖരോട് എതിർത്ത് നിൽക്കാനും അദ്ദേഹത്തിന് സ്വാധീനമില്ല. എന്തെങ്കിലും ചെയ്താൽ അവരദ്ദേഹത്തിന് കൈകാര്യം ചെയ്യും. ഇത്ര ദുഷ്ടരായിരുന്നു അവർ. ഞാൻ ഈ രംഗം കാണുകയാണ്. ലാ ഉഗ്നി ഷൈഅൻ, എനിക്കൊന്നും ചെയ്യാൻ അവിടെ കഴിയൂല. ലൗ കാനത്ത് മൻ അത്തുൻ, എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കെൽപ്പോ കഴിവോ എനിക്കൊരു സ്വാധീനം ഉണ്ടെങ്കിൽ ഞാൻ അവർ തടയുമായിരുന്നു. പക്ഷെ അവർ പ്രമുഖരാണ്, പ്രശസ്തരാണ്, സ്വാധീനമുള്ളവരാണ്, സമൂഹത്തിൽ ഉന്നതരാണ്. എനിക്കൊന്നും കഴിയൂല. അദ്ദേഹത്തിന് പ്രയാസമുണ്ട്, വിഷമുണ്ട്. ഖാല ഫജഅലു യദ്ഹഖൂൻ, ഇതിൻ്റെ ഭാരം കൊണ്ട് അത് പുറത്തുനിന്ന് ഒഴിവാക്കി തല ഉയർത്താൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുന്ന രംഗം കണ്ടവർ പരസ്പരം ചിരിക്കാൻ തുടങ്ങി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് സഹിഹ് ഹദീസാണ്, സംഭവമാണ്. വയുഹീലു ബഅദുഹും അലാ ബഅദ് അയതമായലു ബഅദുഹും അലാ ബഅദിൻ മറഹൻ വബതറ, ധിക്കാരവും അഹങ്കാരവും ആഹ്ലാദവും പ്രകടിപ്പിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഴാനും മറിയാനും തുടങ്ങി. അഥവാ എന്തെങ്കിലും പരിഹാസമോ തമാശകളൊക്കെ ഉണ്ടാകുമ്പോൾ സദസ്സിലിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ് മറിഞ്ഞ് ആ രംഗം അതങ്ങനെ അവർ ചെയ്യാൻ തുടങ്ങി. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദുൻ ലാ യർഫഉ റഅസഹു, പ്രവാചകൻ സുജൂദിലാണ്, തല ഉയർത്തുന്നില്ല, അതിന് കഴിയുന്നില്ല. അങ്ങനെ ഈ വിവരം പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. കാരണം പുറത്തുനിന്ന് ഒരാൾ ചെയ്താൽ ഇവരിടപെടും, ഇവരാ വ്യക്തിയെ കൈകാര്യം ചെയ്യും. അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായമാണ്, പെൺകുട്ടിയാണ്. അവർ വന്നു. ഫതറഹതുഹു അൻ ലഹരിഹി, പ്രവാചകന്റെ പുറത്തുനിന്ന് അവരത് വലിച്ചു വാരി ഒഴിവാക്കി. അങ്ങനെയാണ് ഫറഫഅ റഅസഹു, പ്രവാചകൻ തല ഉയർത്താൻ കഴിഞ്ഞത്. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ. ഈ പറയുന്ന രംഗം അവിടെ ഉണ്ടായി. അങ്ങനെ തല ഉയർത്തിയ സമയത്ത് സുമ്മ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുവേ നീ അവരെ പിടികൂടണം. ഇത്ര വലിയ ദുഷ്ടരായ ആളുകൾ, ഈ പറയുന്ന ദുൽമ്, കഅബ ഷരീഫിന്റെ പരിസരത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവിനെ കൊന്ന വ്യക്തി കഅബ ഷരീഫിന്റെ ഹറമിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ അവനെ പ്രതികരിക്കുകയില്ല എന്നുള്ളത്, ആ വ്യക്തിയോട് പ്രതികരിക്കുകയില്ല. അത്ര പവിത്രമാണ് ആ സ്ഥലം. അത് ഖുറൈശികൾക്ക് അറിയുകയും ചെയ്യും. ആ കഅബ ഷരീഫിന്റെ അടുത്ത് വന്ന് അള്ളാഹുവിന് സുജൂദിൽ കടക്കുന്ന സമയത്ത് ഇത്ര ദുഷ്ടത അവർ ചെയ്തു എന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ അലൈക ബിഹിം, അല്ലാഹുമ്മ അലൈക ബിഹിം, അവർക്ക് വേണ്ടി കേടായി ദുആ ചെയ്തു. 3 മർറാത്തിൻ, 3 പ്രാവശ്യം. അപ്പോൾ ദുആ ചെയ്ത സമയത്ത് അവർക്കറിയാം ഇവിടെ വെച്ച് ദുആ ചെയ്താൽ അതവർക്ക് പറ്റും, ആ ദുആ അതവർക്കത് കുടുങ്ങുമെന്നവർ മനസ്സിലാക്കി. ഫശഖ്ഖ ദാലിക അലൈഹിം ഇത് ദഅ അലൈഹിം, പ്രവാചകൻ അവർക്ക് വേണ്ടി കേടായിട്ട് ദുആ ചെയ്തപ്പോൾ അവർക്കത് പ്രയാസമായി, ഭാരമായി.
അതവർക്ക് ആ ദുആ അല്ലാഹ് സ്വീകരിക്കുന്ന അവർക്ക് ബോധമുണ്ടായിരുന്നു. ഖുറൈശികൾ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളിൽ വളരെ ശക്തമായ വിശ്വാസവും ആദർശവും ഉള്ളവരായിരുന്നു മുശ്രിക്കീങ്ങൾ. ഫശഖ്ഖ ദാലിക അലൈഹിം ഇദ് ദഅ അലൈഹിം ഖാല വകാനൂ യറൗന അന്ന ദഅവത ഫീ ദാലികൽ ബലദി മുസ്തജാബ. ഹറമിൽ ആ പരിസരത്ത് കഅബ ശരീഫിന്റെ പരിസരത്തെക്കുറിച്ചുള്ള ദുആ അതിന് ഉത്തരം ഉണ്ടാകുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. സുമ്മ സമ്മ ആദ്യം അലൈക ബി ഖുറൈശിൻ എന്ന് പൊതുവിൽ അവരെ കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം പിന്നെ റസൂൽ ആളുകളെ പേരെടുത്ത് പറഞ്ഞു. അല്ലാഹുമ്മ അലൈക ബി അബീ ജഹലിൻ, അല്ലാഹുമ്മ അലൈക ബി ഉത്ബത ബിൻ റബീഅ വശൈബത ബിൻ റബീഅ വൽ വലീദ് ബിൻ ഉത്ബ. കുടുംബത്തിൽപ്പെട്ട രണ്ടാളുകൾ, റബീഅത്തിന്റെ രണ്ട് മക്കൾ ഉത്ബ ഷൈബ, വലീദ് ബിൻ ഉത്ബ, ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്യിദ്. ഇത്രയും ആളുകളെ പേരെടുത്ത് പറഞ്ഞു. ആ പ്രമുഖരായ ആ അറിയുന്ന ആളുകൾക്ക് ആ സദസ്സിലുള്ളവരായിരുന്നു. വഅദ്ദ സാബിഅ ഫലം നഹ്ഫളുഹു. ഏഴാമത്തെ ഒരാളും സഹാബിയുടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ലാഹി മസ്ഊദ് എണ്ണി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ആരോ അത് അറിയാതെ ഞങ്ങൾക്കത് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഫവല്ലദീ നഫ്സി ബിയദിഹി, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ ഏതൊരുത്തനിലാണോ എൻ്റെ നഫ്സ് അവൻ തന്നെയാണ് സത്യം. ലഖദ് റഅയ്തു അല്ലദീന അദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വറആ ഫിൽ ഖരീബി ബദരിൻ. അല്ലാഹുവിന്റെ റസൂൽ പേരെടുത്ത് കാടായിട്ട് ദുആ ചെയ്ത ദുഷ്ടരായ മനുഷ്യന്മാർ ബദർ യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ട് അവരുടെ ആ ശരീരങ്ങളെ ബദറിലുള്ള പൊട്ടൻകിണറ്റിൽ കൊണ്ടുപോയി തള്ളപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കണ്ടു. ഈ പറയുന്ന അബൂജഹൽ ആ ബദർ യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ട് വെട്ടുകൊണ്ട് മൃതപ്രായനായിക്കൊണ്ട് മരണപ്പെടാതെ എന്നാൽ അവൻ എണീക്കാനും പ്രതികരിക്കാനും ചെയ്യാത്ത അവസ്ഥയിൽ കടക്കുമ്പോൾ അബൂജഹലിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പോയി നോക്കാൻ വേണ്ടി ഈ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനെയാണ് റസൂൽ പറഞ്ഞയച്ചത്. ചെന്നു നോക്കുന്ന സമയത്ത് ബദർ അൻസാരികളിൽപ്പെട്ട രണ്ട് മുആദ് മുഅവ്വിദ് എന്ന പേരുള്ള രണ്ട് സഹോദരന്മാർ ഈ മനുഷ്യനെ വെട്ടി തള്ളിട്ടിട്ടുണ്ട് ബദറിൻ്റെ പോർക്കളത്തിൽ. മൃതപ്രായനായി കടക്കുകയാണ്. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ ഈ കൃഷിക്കാരായ മദീനക്കാർ നിങ്ങൾ എന്നെ കൊന്നു, അതെനിക്കൊരു അപമാനമായി. ഖുറൈശികൾ കടാക്കടയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇത്ര ദുഷ്ടരായിരുന്ന മനുഷ്യൻ. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹുവിനെ ചെന്ന് നോക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ശേഷം ഒരു പക്ഷേ ആ ചരിത്രം വരാൻ സാധ്യതയുണ്ട് ബദറിനെ കുറിച്ചുള്ള സംഭവത്തിൽ. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു അവൻ്റെ തല മുറിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത്, തല മുറിച്ചെടുക്കാൻ വേണ്ടി കഴിയാതെ വന്നപ്പോൾ അവൻ്റെ കഴുത്തിൽ അബ്ദുല്ലാഹി മസ്ഊദ് കാലുകൊണ്ട് ചവിട്ടി. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എത്രേ വളരെ ഉയർന്ന ഉന്നതമായ ഒരു സ്റ്റേജിലാണ് നീ കയറിയിരിക്കുന്നത്. ഏതാണെങ്കിലും തലമുറിച്ച് അവൻ്റെ തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു ഈ ശത്രുവായ മനുഷ്യൻ്റെ. അങ്ങനെ 3 ദിവസം ബദറിൽ പ്രവാചകനും സഹാബികളും കഴിച്ചുകൂട്ടി. അവർ തിരിച്ചു പോരുന്നതിൻ്റെ മുമ്പ് ഈ പറയുന്ന ദുഷ്ടരായ മനുഷ്യരുടെ ശവശരീരങ്ങൾ അതവിടെ വെച്ച് കൊല്ലപ്പെട്ട് അത് ദുർഗന്ധം വരാതെ മറ്റുള്ളവർക്ക് പ്രയാസമാകാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകളിൽ പിടിച്ചു വലിച്ച് ഞങ്ങൾ ആ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളി. ഈ പറയുന്ന ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. വക്കാന ഉമയ്യത്ത് ബിൻ ഖലഫിൻ, ഉമയ്യത്ത് ബിൻ ഖലഫി എന്ന് പറയുന്ന പ്രവാചകൻ ഈ പറയുന്ന ദുആ ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ഉമയ്യത്ത് ബിൻ ഖലഫി എന്ന് പറയുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനനായിരുന്നു. അദ്ദേഹത്തിനും വളരെയധികം പീഡിപ്പിച്ച ഉപദ്രവിച്ച വ്യക്തിയാണ്. ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫായിരുന്നു ഇദാ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹമസഹു വലമസ, കണ്ണുകൊണ്ടും നാവുകൊണ്ടും ഒക്കെ ഹംസും ലംസും ചെയ്തിരുന്നു. ഹംസ് എന്ന് പറഞ്ഞാൽ ചില വിശദീകരണം പരസ്യമായി ചീത്ത വിളിക്കലുണ്ടായിരുന്നു. ലംസി എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ആളുകൾക്ക് കണ്ണിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടും മറ്റും പരിഹസിക്കലുണ്ടായിരുന്നു. വേറെ ആൾക്ക് പരിഹസിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കലുണ്ടായിരുന്നു. അവനെ കുറിച്ചാണ് വഫീഹി നസല വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറയുന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് മുഫസ്സിറുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഹുമസ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പരസ്യമായി ചീത്ത പറയാം. അതേപോലെ ലുമസ എന്ന് പറഞ്ഞാൽ ആളുകളെ രഹസ്യമായിട്ടും മറ്റും കണ്ണുകൊണ്ടുമൊക്കെ അവരെ പരിഹസിച്ച് അവരെ കുറവാക്കി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കും. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ സഹോദരനുണ്ടായത് ഉബയ്യ് ബിൻ ഖലഫ്, അതുപോലെ മറ്റൊരു ദുഷ്ടനായിരുന്നു ആ മനുഷ്യനും. ഫകാന ഹുവ വ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്യിത്ത് മുതസാഫീൻ, പരസ്പരം സഹോദരന്മാരായിട്ട് വളരെ ബന്ധം പുലർത്തുന്നവരായിരുന്നു. ഒരു ദിവസം ഉഖ്ബത്ത് മറത്തൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നിരുന്നു. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്യിത്ത് ഖുർആൻ കേൾക്കാനും മറ്റുമൊക്കെ. ഫലമ്മ ബലഗ ദാലിക ഉബയ്യ് ബിൻ ഖലഫിനെ വിവരം കിട്ടിയപ്പോൾ അനബഹു വ ആതബ, ആക്ഷേപിച്ചു, വിമർശിച്ചു. ഇബ് മുഹമ്മദിന് കേൾക്കാൻ പോവുക, ഇനിയിപ്പോൾ ദീന് മാറാൻ പോവുക, മതം മാറാൻ പോവുക എന്ന് പറഞ്ഞു.
വതലബ മിൻഹു, അപ്പോൾ ഉഖബത്ത് പറഞ്ഞു, ഞാൻ വെറുതെ ഒന്ന് കേട്ടു നോക്കാൻ വേണ്ടി പോയതാണ്, ഞാൻ അവനെ സ്വീകരിക്കാൻ പോയതൊന്നല്ല, എന്താണ് അവൻ പറയുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ വിശ്വസിക്കാൻ വേണ്ടി പോയതല്ല, സ്വീകരിക്കാൻ വേണ്ടി പോയതല്ല എന്നുണ്ടെങ്കിൽ തെളിവ് എന്നോണം അവൻ്റെ മുഖത്ത് പോയി തുപ്പാൻ നീ തയ്യാറാവണം എന്ന് ഉബയ്യ് പറഞ്ഞു. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന മനുഷ്യനോട് പറഞ്ഞു, അവൻ്റെ മുഖത്ത് പോയി തുപ്പാൻ തയ്യാറാവണം. ഫഫഅൽ, ഈ മനുഷ്യൻ അത് ചെയ്തു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് പോയി തുപ്പി. ഉബയ്യ് ബിൻ ഖലഫ് നഫ്സുഹു ഫത്തഅദമൻ റമീമൻ, ഈ ഉബയ്യ് ബിൻ ഖലഫ് ഒരു ദിവസം നുരുമ്പിപ്പൊടിഞ്ഞ ഒരു എല്ലെടുത്തിട്ട് തുമ്മ നഫഖഹു ഫിറീഹി, അതിനങ്ങോട്ട് പൊടിച്ചിട്ട്, കയ്യിലിട്ടിട്ട് പൊടിച്ചിട്ട്, നുരുമ്പിപ്പൊടിഞ്ഞ ഒരു എല്ലിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിനെ കയ്യിലിട്ട് പൊടിച്ചിട്ട്, തുമ്മ നഫഖഹു ഫിറീഹി നഹ്വ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അടു. അങ്ങനെ ഊതിയിട്ട് പറഞ്ഞു, ഈ നുരുമ്പിപ്പൊടിഞ്ഞ എല്ലിനൊക്കെ പിന്നീട് പുനരുജ്ജീവിപ്പിക്കും എന്ന് പറയാണ്. മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ നിന്റെ ഈ വാദങ്ങൾ? പരിഹസിച്ചുകൊണ്ട്, ഇങ്ങനെ നുരുമ്പിപ്പൊടിഞ്ഞു പോയ നാമാവശേഷമായി പോയി ഈ പറയുന്ന എല്ലിൻ്റെ ഉടമയെ പിന്നീട് പുനരുജ്ജീവിപ്പിക്കുക, ആര് കേൾക്കും ഇത്, ആര് സ്വീകരിക്കും ഇത് എന്ന് പറഞ്ഞു ഉബയ്യ് ബിൻ ഖലഫ് എന്ന് പറയുന്ന മനുഷ്യൻ. വകാനൽ അഖ്നസ് ബിൻ ശരീഖ് അസ്സഖഫി, അഖ്നസ് ബിൻ ശരീഖ് അസ്സഖഫി എന്ന് പറയുന്ന മറ്റൊരാളുണ്ടായിരുന്നു. ആ മനുഷ്യന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളം പ്രയാസപ്പെടുത്തുന്ന വ്യക്തിയായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് മോശപ്പെട്ട 9 വിശേഷണങ്ങൾ പറഞ്ഞു സൂറത്തുൽ ഖലമിൽ. അവനെക്കുറിച്ചാണ് എന്ന് ഒരുപാട് മുഫസ്സിറുകൾ അത് പറഞ്ഞിട്ടുണ്ട്. അതേ സ്വഭാവമുള്ള മറ്റാളുകളും അതിൽ പെടും. പക്ഷേ ഇവൻ്റെ കാരണത്തിലാണ് ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത്. വഹിയ ഫീ ഖൗലിഹി തആല വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നഅഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അഥീം വതുല്ലിൻ ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ എന്ന് പറയുന്ന ഈ ആയാത്തുകൾ ആ മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് പല മുഫസ്സിറുകളും അത് പറഞ്ഞിട്ടുണ്ട്. ധാരാളം കളവ് പറയും, ആളുകളത് സ്വീകരിക്കാൻ വേണ്ടി ധാരാളം സത്യം ചെയ്യും. നിന്ദ്യനും നീചനുമായിരുന്ന ആ മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും സ്വഭാവം കൊണ്ടും, അതേപോലെ തന്നെ ആളുകൾ ഇതുപോലെ പരിഹസിക്കുന്ന ആളായിരുന്നു, ഏഷണി കൊണ്ട് നടക്കുന്ന ആളായിരുന്നു, നന്മയുടെ ഭാഗത്ത് തടസ്സം സൃഷ്ടിക്കുന്ന ആളായിരുന്നു, അതേപോലെ പരിധി വിട്ട് ആളുകളെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു, ധിക്കാരപരമായ സ്വഭാവത്തിൻ്റെയും വാക്കിൻ്റെയും ഉടമയായിരുന്നു, നാവ് വളരെ മോശപ്പെട്ട സംസാരമായിരുന്നു. അതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ജനീം എന്നുകൂടി പറഞ്ഞു. ജനീം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും പണ്ഡിതന്മാരതിന് പറയുന്നു. ശരിക്ക് തറവാടും തന്തയും ഇല്ലാത്തവൻ എന്നാണ്. അപ്പം ഈ മനുഷ്യന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് മക്കളും ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ സമൂഹത്തിൽ ആ മനുഷ്യന് വളരെ പ്രശസ്തനും പ്രസിദ്ധനും ആദരണീയനുമായിരുന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന ആയാത്തുകളുടെ കൂട്ടത്തിൽ ജനീം എന്ന് പറയുന്ന വാക്ക് പറഞ്ഞു. ജനീം എന്ന് പറഞ്ഞാൽ തറവാടിത്തമില്ലാത്തവൻ, തന്തയില്ലാത്തവൻ എന്നായിരുന്നു. അപ്പം ആ മനുഷ്യൻ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് മാതാവിനോട് ചോദിച്ചു, മുഹമ്മദ് എന്നെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ പരാമർശിച്ചു, അവസാനം ഇങ്ങനെ ഒരു വാക്ക് കൂടി പറഞ്ഞു. അപ്പം അത്രയും കാലം അവൻ അറിയാത്ത രഹസ്യം അവൻ്റെ മാതാവ് അവനോട് പറഞ്ഞു എന്നുള്ളതാണ്. പിതാവിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, മക്കളില്ലായിരുന്നു. എൻ്റെ ഭർത്താവിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, മക്കളില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷം അത് മറ്റുള്ള ആളുകൾക്ക് കയ്യിലാകുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സ്വകാര്യം ചെയ്തു, അതുണ്ടായ മകനാണ് നീ. സുബ്ഹാനല്ലാഹ്, മാതാവ് ആ മനുഷ്യനോട് പറഞ്ഞു എന്നുള്ളത്. വകാന അബൂ ജഹലിൻ യജീഉ അഹ്യാനൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മഉ മിൻഹുൽ ഖുർആൻ. ഈ പറയുന്ന അബൂ ജഹലും ചിലപ്പോൾ പ്രവാചകൻ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ആ സദസ്സിൽ വന്ന് കേൾക്കലുണ്ടായിരുന്നു. അത് വിശ്വസിക്കാനല്ല, പരിഹസിക്കാൻ. തുമ്മ യദ്ഹബു അൻഹു, പിന്നെ പ്രവാചകൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് ഫലാ യുഅ്മിനു വലാ യുത്തി, വിശ്വസിക്കാൻ അനുസരിക്കുകയും ചെയ്യൂല. വലാ യതഅദ്ദബു വലാ യഖ്ഷ, അള്ളാഹുവിനെ ഭയപ്പെടേ ആ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ മര്യാദ പാലിക്കുകയും ചെയ്യൂല. വയുഉദി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖൗൽ, പല വാക്കുകൾ കൊണ്ടും പ്രവാചകനെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നത്. മറ്റുള്ള ആളുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി അവൻ പോയിട്ട് ഇത് പറഞ്ഞു കേട്ട് അവൻ പറയുന്നൊരു വിഷയമൊന്നുമല്ല, അതങ്ങനെ കേൾക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് വിമർശിക്കാൻ വേണ്ടിയിട്ട്. സുമ്മ യദ്ഹബു മുഖ്താലൻ ബിമാ ഫഅൽ, ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ പ്രൗഢി നടിച്ചുകൊണ്ട്, ആളുകളുടെ മുന്നിൽ അഭിമാനം അഹങ്കാരം കാണിച്ചുകൊണ്ട്, ഫഖൂറൻ ബിമർതകബ മിന ശർ, അവൻ ചെയ്യുന്ന തെറ്റുകളിൽ അവൻ ആളുകളുടെ മുന്നിൽ അവസ്ഥ നടിച്ചുകൊണ്ട് പോകും. കാന കഅന്നമാ ഫഅല ശൈഅൻ യുദ്കർ, നല്ലൊരു കാര്യമൊന്നും ചെയ്തിട്ടില്ല, മുഹമ്മദ് പറയുന്ന സ്വീകരിക്കേണ്ടതൊന്നല്ല, അങ്ങനെ വിലപ്പെട്ടതൊന്നല്ല, അതിൽ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അവനെ ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കദ്ദബ വതവല്ല, അവൻ വിശ്വസിക്കാൻ തയ്യാറായില്ല, നിസ്കാരത്തിന് പങ്കെടുക്കാൻ തയ്യാറായില്ല, കളവാക്കിയെന്ന് പറഞ്ഞ ആയത്തുകൾ ആണ് എന്ന് മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. വകാന യംനഉ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അനി സ്വലാത്തി മുൻദു അവ്വലി യൗമിൻ റആഹു യുസല്ലി ഫിൽ ഹറം. അള്ളാഹുവിൻ്റെ റസൂൽ പരസ്യമായിട്ട് കഅബ ഷരീഫിൻ്റെ അടുത്ത് വന്ന് ഹറമിൽ വെച്ച് നിസ്കരിക്കലുണ്ടായിരുന്നു. മുശ്രിക്കീങ്ങളും അവരുടെ സംഘങ്ങളും ഇരിക്കുന്ന സമയത്ത് അവരെ കാണെ ഖുർആൻ പാരായണം ചെയ്യലുമുണ്ടായിരുന്നു, അവർ കേൾക്കെ. അപ്പോൾ ആദ്യ ദിവസം ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കാരത്തിൽ വിരോധിച്ചിരുന്നു. അബൂജഹൽ ഇവിടെ നിസ്കരിക്കാൻ പറ്റൂല, എൻ്റെ ഈ ചടങ്ങുകൾ ഇവിടെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്ത്. വമറത്തൻ മറ ബിഹി വഹു യുസല്ലി ഇൻദൽ മഖാം, മഖാം ഇബ്രാഹിം മഖാമിൻ്റെ അടുത്ത് പ്രവാചകൻ ഒരു ദിവസം നിസ്കരിക്കുമ്പോൾ അതിനെ നടന്നുപോയി. വഖാല യാ മുഹമ്മദ് അലം അൻഹക അൻ ഹാദാ, ഇവിടെ ഇത് ചെയ്യരുത്, ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? അവരാണ് കഅബ ഷരീഫിൻ്റെ നോട്ടക്കാർ, അതിൻ്റെ കമ്മിറ്റിക്കാർ, അതിൻ്റെ വേണ്ടപ്പെട്ടവർ. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഈ പറയുന്നത് പോലത്തെ വിമർശനങ്ങളും കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നുള്ളത് നമുക്കറിയുന്നതാണ്. വതവഅദഹു, റസൂൽ അവൻ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഫഅഖലഹു ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻതഹറഹു, അവരോട് പരുഷമായിട്ട് ദേഷ്യപ്പെട്ട് പ്രതികരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ എതിർത്തു. വഖാല യാ മുഹമ്മദ് ബി അയ്യി ഷൈഇൻ തുഹദ്ദിദുനി, നീ എന്നെ എന്തുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്? അബൂജഹൽ ചോദിച്ചു. അമാ വല്ലാഹി ഇന്നി ല അക്തറു ഹാദൽ വാദി നാദിയ, ഈ മലയുടെ താഴ്വാരത്ത് ഞാൻ ആളുകളൊന്ന് വിളിച്ചാൽ, ചിലർ പറയില്ലേ, ഞാനൊന്ന് വിളിച്ചാൽ എൻ്റെ വിളിക്കുത്തരം ചെയ്ത് ധാരാളം ആളുകളുടെ സ്വാധീനമുണ്ട് എനിക്ക്, എന്നോടാണോ നീ ഭീഷണിപ്പെടുത്തുന്നത് എന്നവൻ പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിമർശിച്ചുകൊണ്ട് ഇറക്കിയ ആയത്താണ് ഫല്യദ്ഉ നാദിയഹു സനദ്ഉ സബാനിയ, അവൻ വിളിക്കാനുള്ളവർ അവനെ വിളിക്കട്ടെ, നമുക്ക് നരകത്തിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ട മലക്കുകളെ ഉണ്ട് നമുക്ക് വിളിക്കാൻ, സനദ്ഉ സബാനിയ എന്നുള്ള ആയത്തിറക്കി കൊടുത്തു എന്നുള്ളത്. ഇതൊക്കെ ഇങ്ങനത്തെ ഭാഗങ്ങൾ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. അതിലും തന്നെ ഒരു ഹദീസായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസ് പറയുന്നു. ആ ഹദീസ് ദഈഫാണ്, ബലഹീനമാണ്, സ്വീകാര്യയോഗ്യമല്ലാത്തതാണ് എന്ന് ഹദീസിൻ്റെ പണ്ഡിതന്മാർ വിധി എഴുതിയതാണ്. വലം യകുൻ അബൂജഹലിൻ ലിയുഫീഖ മിൻ ഗബാവത്തിഹി ബഅദ ഹാദൽ ഇൻതിഹാർ, റസൂൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അവനോട് ഇതിൻ്റെ ഗൗരവം പറഞ്ഞു ഉണർത്തിയാൽ പോലും അവൻ അവൻ്റേതായ വിഡ്ഢിത്തരത്തിൽ നിന്ന് ബോധം വരുന്നൊരവസ്ഥയിലായിരുന്നില്ല അബൂജഹൽ. ബലിസ്ദാദ ഷഖാവത്തൻ ഫീമാ ബഅദ്, അതിൻ്റെ ശേഷം അവൻ്റെ ആ ഒരു ശത്രുതയും പരാജയം അത് കൂടി വരികയാണ് ചെയ്തത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു സംഭവം, കാല അബൂജഹലിൻ, ഒരു ദിവസം അബൂജഹൽ പറയാണ്, സഹീഹാണിത്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഒരിക്കൽ അബൂജഹൽ പറഞ്ഞു, യുഅഫിറു മുഹമ്മദുൻ വജ്ഹഹു ബൈന അളുഹുരിക്കും, അവൻ്റെ കൂടെയുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് പറഞ്ഞു, മുഹമ്മദ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് അവൻ്റെ മുഖം ഈ മണ്ണിൽ വെച്ച് വരുതുന്നത്, അഥവാ സുജൂദിനെയാണ് പരിഹസിക്കുന്നത്, സുജൂദിനെ നിങ്ങളത് കാണില്ല. ഫഖീല, അപ്പോൾ അവനോട് പറയപ്പെട്ടു, അങ്ങനെ ചെയ്യലുണ്ടോ, നിങ്ങളെ കാണേ അവനിങ്ങനെ ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, വല്ലാത്തി വൽ ഉസ്സ, ഈ ബിംബങ്ങളിൽ സത്യം ചെയ്ത് പറയാണ്, ലഖദ് ലഇൻ റഅയ്തുഹു, ഞാനെങ്ങാനും അവനെ കണ്ടാൽ, ആ രംഗം കണ്ടാൽ, ലഅതഅന്ന അലാ റഖബതിഹി, അവൻ്റെ പെരടിയിൽ പോയി ഞാൻ ചവിട്ടി നിൽക്കും സുജൂദ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞ ഭീഷണി. വല ഉഅഫിറന്ന വജ്ഹഹു, എന്നിട്ട് അവൻ്റെ മുഖത്തെ ഞാൻ ആ മണ്ണിൽ കൊണ്ടുപോയി വരതി പിടിപ്പിക്കും ചെയ്യും എന്ന് പറഞ്ഞു അവൻ്റെ കൂട്ടുകാരോട് മുന്നിൽ. അങ്ങനെ ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം പ്രവാചകൻ വന്നു, വഹു യുസല്ലി, ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹു യുസല്ലി, അങ്ങനെ ഒരു ദിവസം റസൂൽ നിസ്കരിക്കുന്ന സമയത്ത് അബൂജഹൽ ഈ പറയുന്ന പണി ചെയ്യാൻ പ്രവാചകന്റെ പെരടിയിൽ കഴുത്തിൽ പോയി ചവിട്ടി ആ മുഖം മണ്ണിൽ വെച്ച് വരതാൻ വേണ്ടിയിട്ട് ചെന്നു. പ്രവാചകന്റെ പെരടിയിൽ ചവിട്ടിയിട്ട് ആ പറയുന്ന കാര്യം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ അവൻ്റെ ആളുകളും കൂട്ടുകാരും അവിടെ ഉള്ള സമയത്ത് ഫമാ ഫാജഅഹും, അപ്പൊ പെട്ടെന്ന് അത് അവർക്ക് അനുഭവപ്പെടുന്നു, ഇല്ലാ വഹുവ യൻകിസു അലാ അഖിബൈ, അവൻ പിന്നോട്ട് വരിക. അബൂജഹൽ മുന്നോട്ട് പോകാതെ പിന്നോട്ട് വരുന്ന രംഗം കണ്ടു. വയത്തഖീ ബിയദൈഹി, രണ്ട് കൈ കൊണ്ട് പേടിച്ചുകൊണ്ട് തടയുന്ന ഈ രംഗം അവർക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അവർ ചോദിച്ചു, മാലക യാ അബൽ ഹക്കം, എന്തു പറ്റി? അബൂജഹൽ എന്ന ആ കുഞ്ഞത്തിൻ്റെ മുമ്പ് അബുൽ ഹക്കം എന്നായിരുന്നു അവരവനെ പറഞ്ഞിരുന്നത്. പിന്നെ ഈ വിഡ്ഢിത്തരങ്ങൾ അറിയപ്പെട്ടതിൻ്റെ ശേഷമാണ് കാര്യത്തിന് പ്രാപ്തിയില്ലാത്ത വിഡ്ഢിത്തരങ്ങൾ ബദർ യുദ്ധത്തിലൊക്കെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി അവരൊക്കെ പരാജയത്തിലേക്ക് തള്ളിയത് മനുഷ്യൻ്റെ നിലപാടുകളാണ്. പിന്നീട് അബൂൽ ജഹൽ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അവൻ പറഞ്ഞു, ഇന്ന ബൈനി വ ബൈനഹു ലഖന്ദഖൻ മിൻ നാരിൻ, എൻ്റെയും മുഹമ്മദിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം തീയനായുള്ളൊരു കടങ്ങ് അവിടെ കാണുന്നു. വഹൗലൻ വ അജ്നിഹത്തൻ, ചില ചിറകുകളും ചില പേടിപ്പെടുത്തുന്ന രൂപങ്ങളും അവിടെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇത് പറഞ്ഞു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗദനാ മിന്നി, അവനെങ്ങാനും എന്നെ ചവിട്ടാൻ എൻ്റെ അടുത്തേക്ക് അടുത്തിരുന്നുവെങ്കിൽ ലഖ്തത്ഫുഹു അൽ മലായികതു ഉളുവൻ ഉളുവാ, മലക്കുകൾ അവനെ ഓരോ അവയവങ്ങളും അത് പറിച്ചെടുത്ത് നശിപ്പിക്കുമായിരുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇങ്ങനെ ഉണ്ടായി. ഹാദിഹി സൂറത്തുൻ മുസഗ്ഗറത്തുൻ ജിദ്ദൻ ലിമാ കാന യതലഖാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ. ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടത് വളരെ ചെറിയ ഒരു രൂപം ഫോട്ടമാണ്. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്കും നേരിടേണ്ടി വന്ന മിനൽ ദുൽമി വൽ ഖസ്ഫി വൽ ജൗർ, അക്രമങ്ങൾ, അതിക്രമങ്ങൾ, ദുരിതങ്ങൾ, അലാ ഐദി തുഗാത്തിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായ പാപികളായ ദുഷ്ടരായ മനുഷ്യരുടെ കയ്യാലെ, അല്ലദീന കാനു യസ്ഉമൂന അന്നഹും അഹ്ലുല്ലാഹി വസുക്കാനു ഹറമിഹി, അള്ളാഹുവിൻ്റെ ആളുകളാണ്, അവൻ്റെ ഭവനത്തിൻ്റെ സംരക്ഷകരാണ്, അള്ളാഹുവിൻ്റെ പവിത്രമായ സുരക്ഷിതമായ ആ ഹറമിൻ്റെ താമസക്കാരാണ് എന്ന് പറയുന്നവർ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായ പ്രവാചകനെയും ആ പ്രവാചകന്റെ അനുയായികളെയും അവർ ചെയ്ത ദുരിതങ്ങൾ, അക്രമങ്ങളുടെ അതിൻ്റെ ചെറിയ രൂപമാണ് നമ്മൾ ഈ കേട്ടത്. ഇങ്ങനെയായപ്പോൾ വകാന മിൻ മുഖ്തളയാത്തി ഹാദിഹിൽ ളുറൂഫി അൽ മുതഅസ്സിമ, ഈ ദുരിതപൂർണമായ ഈ അവസ്ഥകൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യമായി വരികയാണ് അൻ യഖ്താറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഖിഫൻ ഹാസിമൻ, കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പ്രവാചകൻ അത്യാവശ്യമായി വരികയാണ്. യുൻഖിദു ബിഹി അൽ മുസ്ലിമീന അമ്മാ ദഹമഹും മിനൽ ബലായി, മുസ്ലിമീങ്ങളായ ആളുകളെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും കൃത്യമായ ഒരു പോംവഴി ഇവിടെ അത്യാവശ്യമായി വരികയാണ്. അവർക്ക് അനുഭവപ്പെടുന്ന ദുരിതത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ. വയുഖഫിഫു വതുഅതഹു ബിഖദ്രിൽ മുസ്തതാ, കഴിവിന്റെ പരമാവധി ആ ദുരിതങ്ങളുടെ കാഠിന്യം അത് ലഘൂകരിക്കും വേണവിടെ. അങ്ങനെയായപ്പോൾ ഫഖദ് ഇത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുവതൈനി ഹകീമതൈൻ, വളരെ വ്യക്തമായ കൃത്യമായ ലക്ഷ്യബോധമുള്ള രണ്ട് വഴികൾ പ്രവാചകൻ സ്വീകരിച്ചു. ദഅവത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ റസൂലാണ്. അപ്പോൾ തൻ്റെ അനുയായികൾക്ക് മുശ്രിക്കീങ്ങളിൽ നിന്ന്, കുഫാറുകൾ, ശത്രുക്കളിൽ നിന്ന് നേരിടുന്ന ഈ ദുരിതങ്ങൾ അതൊന്ന് കുറച്ചു കിട്ടാൻ, അതിൽ നിന്നൊരു ആശ്വാസമുണ്ടാകാനുള്ള വളരെ വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടെ രണ്ട് നിലപാട്, രണ്ട് വഴികൾ പ്രവാചകൻ സ്വീകരിച്ചു. കാന ലഹുമാ അസറുഹുമാ ഫീ തസ്യീരി ദഅവ, പ്രവാചകത്തിന് പ്രബോധനത്തെ എളുപ്പമാക്കുന്ന വിഷയത്തിൽ, അതേപോലെ തഹ്ഖീഖിൽ ഹദ്ഫ്, അതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിഷയത്തിലും ആ പറയുന്ന രണ്ട് വഴികൾ, ആ സ്വീകരിച്ച മാർഗങ്ങൾക്ക് നല്ല ഫലനങ്ങളുണ്ടായി. വഹുമ, ആ രണ്ടെണ്ണം, ഒന്ന് ഇഖ്തിയാറു ദാരിൽ അർഖം ഇബ്നി അബിൽ അർഖം അൽ മഖ്സൂമി മർകസൻ ലിദഅവതി വമഖറൻ ലിതർബിയ. ദാറുൽ അർഖം, അർഖം എന്ന് പറയുന്ന അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ സ്വഹാബിക്ക് ഒരു വീടുണ്ടായിരുന്നു. സഫാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തായിരുന്നു. സഫാ പർവ്വതത്തിന്റെ ഏകദേശം താഴ്ഭാഗത്ത് അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട് ഈ ദഅവത്തിലുള്ളൊരു കേന്ദ്രമായിട്ട് അവർ തിരഞ്ഞെടുത്തു എന്നുള്ളത്. പരസ്യമായിട്ട്, പ്രത്യേകിച്ച് ഹറമിൽ കഅബ ശരീഫിൻ്റെ അടുത്തൊന്നും ചെന്നിട്ട് ദഅവത്ത് നടത്തിയാൽ മുശ്രിക്കീങ്ങൾ ഇടപെടും. പ്രവാചകനോടുള്ള ഹൈബത്തും ആ ഒരു ഗാംഭീര്യവും ആദരവും പിന്നെ അബൂ താലിബിനോടുള്ള മക്കാനത്തുമായിട്ട് പ്രവാചകൻ അവർ കയ്യാലൊന്നും കൂടുതലൊന്നും ചെയ്തിട്ടില്ല ഈ കാട്ടത്തിൽ. പക്ഷെ പാവങ്ങളായ മുസ്ലിമീങ്ങളെ വല്ലാതെ അവർ പീഡിപ്പിച്ചിരുന്നു. അപ്പം അവർക്ക് സ്വകാര്യമായിട്ട് ഒരുമിച്ച് കൂടി റസൂലിൻ്റെ ദഅവത്ത് കേൾക്കാൻ, ഖുർആൻ പാരായണം കേൾക്കാൻ, അവർക്ക് ദീനിൻ്റെ ഈ തർബിയത്ത് അവരെ പരിപാലിച്ച് ആദർശപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ അതിനൊരു കേന്ദ്രം, അതിന് ഒരു സ്ഥലം, സുരക്ഷിതമായൊരു വഴി, ഒരു സ്ഥലം എന്നുള്ള നിലക്ക് ദാറുൽ അർഖമിൻ്റെ വീട് തിരഞ്ഞെടുത്തു എന്നുള്ളത് ദഅവത്തിന് വേണ്ടിയിട്ട്. മുശ്രിക്കീങ്ങൾക്ക് ദാറുൽ നദ്വയുണ്ടായിരുന്നു അപ്പുറത്ത്, അവർക്ക് കാര്യങ്ങളൊക്കെ ഒത്തുകൂടാനും ചർച്ച ചെയ്യാനൊക്കെ. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് അവർ തിരഞ്ഞെടുത്തു. സഫാ പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഒരാൾ മക്കയിൽ ചെന്നു എന്നുണ്ടെങ്കിൽ കഅബ ശരീഫ് അവിടെ ഉണ്ട്, സഫാ പർവ്വതം അവിടെ ഉണ്ട്, അവിടെ നോക്കി ഇവിടെ കാണും കാര്യങ്ങളൊക്കെ കൃത്യം. അന്നത്തെ കാലത്ത് അങ്ങനെ ചെറിയ വീടുകളും മലയും ആ പരിസരവും. അപ്പോൾ കഅബ ശരീഫിൻ്റെ അടുത്ത് അവിടെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഈ വീട്ടുകാരൊക്കെ വരുന്നു, ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അത് ഇന്നിപ്പോൾ ഒരാൾ പറഞ്ഞ വിശ്വാസം വരില്ല. അവിടെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളും വിശാലതയും ഒക്കെ ഉണ്ടായതോട് അന്നത്തെ സാഹചര്യങ്ങളിൽ അതവർക്ക് സുരക്ഷിതമായ ഒരു സ്വകാര്യമായിട്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു വീടും സൗകര്യമായിരുന്നു. അമറൽ മുസ്ലിമീൻ, ഇത് ഒന്നാമത്തത്. അവിടെ നിൽക്കുന്ന ആളുകൾക്ക്, മക്കയിൽ നിൽക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായി ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സ്ഥലം പ്രവാചകൻ ഒരുക്കി കൊടുത്തു.
രണ്ടാമത് ഇനി രക്ഷക്കും സുരക്ഷയ്ക്കും വേണ്ടി ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായി അള്ളാഹുവിൻ്റെ ദീനും ഉയർത്തിപ്പിടിച്ച് ഈ ആദർശത്തിൽ പോകാൻ പറ്റുന്ന ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകണമെങ്കിൽ പോവുകയും ചെയ്യാം. അതിന് പറ്റുന്ന ഒരു രാജ്യം, അള്ളാഹുവിൻ്റെ ദീന് നിലനിർത്തിക്കൊണ്ട് അതിൽ പോകാൻ പറ്റുന്ന ഒരു രാജ്യം. അമറൽ മുസ്ലിമീന ബിൽ ഹിജറത്തി ഇലൽ ഹബഷ, കഴിവുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഹബഷയിലേക്ക് ഹിജറ പോയിക്കോളി. അവിടെ സുരക്ഷിതനായ, അവിടെ നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അവിടെ സുരക്ഷയോടുകൂടെ നിങ്ങൾക്ക് ഈ ദീനിൽ ആദർശത്തിൽ പോകാം. ആരും നിങ്ങൾ ആക്രമിക്കൂല. ഈ ഉപദ്രവം സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കണ്ട. ഖിയാമത്ത് നാൾ വരെ ഹിജറ എന്ന് പറയുന്ന മഹത്തായ ഈ അമല് ദീനിൻ്റെ ആദർശത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത് നിലനിൽക്കുന്നതാണ്. കുഫാറുകളായ ആളുകളുടെ നാട്ടിൽ ഇസ്ലാമിൻ്റെ ഷിആറുകൾ ഉയർത്തിപ്പിടിച്ച് ജീവിച്ചു പോകാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ അതിന് സുരക്ഷിതമായ രാജ്യങ്ങളിലേക്ക് പോകാം. അത് മുസ്ലിം രാജ്യത്താണ് അതുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ചിലപ്പോൾ മുസ്ലിം രാജ്യം ആയിക്കോളം എന്നില്ല, മറ്റു അഹ്ലി കിതാബിൻ്റെ മറ്റുള്ള ആളുകൾ ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ ആളുകളുള്ള രാജ്യം അങ്ങോട്ടും പോകാവുന്നതാണ്. അതും ഹിജറയിൽപ്പെടുന്ന ഒരു രൂപം തന്നെയാണത് താൻ. പൂർണ്ണമായി മുസ്ലിം രാജ്യമല്ല, പക്ഷേ ചില മറ്റു മതക്കാരായ ആളുകൾ ഭരണം നടത്തുന്ന രാജ്യങ്ങളുണ്ടാകും. എന്നാലും മാനുഷികമായ കാര്യങ്ങൾ പരിഗണിച്ചവർക്ക് നീതിയും സത്യസന്ധതയും കാണിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ഇസ്ലാമിൻ്റെ ഷിആറുമായി ഒരാൾക്ക് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഘട്ടങ്ങൾ വരുമ്പോൾ ഹിജറ അത് നിർബന്ധമാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ ഒറ്റടിക്ക് എല്ലാവർക്കും എന്ന് അങ്ങനെ അതിനെ കുറിച്ച് പറയാനും പറ്റും. ആളുകളുടെ സാഹചര്യങ്ങളും കാര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കും അത് പരിഗണിക്കേണ്ടത്. ഒരു പക്ഷേ ചില ആളുകൾക്ക് ഈ പറയുന്ന രാജ്യത്ത് തന്നെ സുരക്ഷിതമായി നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും, ചിലർക്ക് അതിന് കഴിയാതെ വരും. അപ്പോൾ എല്ലാവരോടും ഒറ്റയടിക്ക് ഹിജറ പോകണം എന്നൊന്നും പറഞ്ഞിട്ട് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും നമ്മൾ പറയരുത്. മറ്റൊരു കാര്യം, ഹിജറ പോകുക എന്ന് പറയുന്നാൽ അത് ഒരു നാട്ടിൽ സുരക്ഷിതത്വമില്ല എന്നിട്ട് എങ്ങോട്ടെങ്കിലും എങ്ങനെയെങ്കിലും പോകുക എന്നുള്ളതൊന്നല്ല ഹിജറ എന്നത്. അതിന് കൃത്യമായ ലക്ഷ്യവും അതിൻ്റെ രേഖകളും അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബശയിലേക്ക് ഹിജറ പോകാൻ ഇവരോട് പറയുന്ന ഹബശയുടെ രാജാവിനെ കുറിച്ച് റസൂലിനറിയും, അദ്ദേഹത്തിൻ്റെ നീതി ബോധത്തെക്കുറിച്ചറിയും, അവിടെ സുരക്ഷിതത്വം ഉണ്ടാകുമെന്നറിയും, അവിടെ ചെന്നാൽ അവർക്ക് അഭയം കിട്ടുമെന്നറിയും. അതേപോലെ മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഹിജറ പോകുകയാണ്, അള്ളാഹുവിൻ്റെ ദീനിലാണ്, പ്രവാചകനാണ്, അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടാണ് എന്ന് പറഞ്ഞു പോയിക്കല്ല. മദീനയിൽ നിന്നിട്ട് ഹജ്ജിന് വന്ന ആളുകളുമായിട്ട് അവരുടെ മിനയുടെ ഭാഗത്ത് വെച്ച് രാത്രി സമയം ചർച്ച ചെയ്ത് കാര്യങ്ങളുടെ വ്യക്തത വരുത്തി, ഞങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാണ്, ദഅവത്ത് ഞങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറാണ് വാക്കുകൊടുത്ത് പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് പരസ്യമായിട്ടൊന്നും വന്നിട്ടില്ല. അദ്ദേഹം ശിർക്കിലാണ് താൻ, കുഫറിലാണ് താൻ. അതോടുകൂടെ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹം അൻസാരികളായ ആ ആളുകളോട് മിനയിൽ വെച്ചിട്ട് പറഞ്ഞ് മുഹമ്മദ് ഞങ്ങളുടെ മകനാണ്, അവനിവിടെ സുരക്ഷിതത്വമുള്ള ആളാണ്, അവന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അതിന് പകരം ചോദിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് അവനെ കൊണ്ടുപോയിട്ട് ശത്രുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കൂല, സുരക്ഷയും സംരക്ഷണവും കൊടുക്കുന്ന പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിലേ നിങ്ങൾ അവനെ കൊണ്ടുപോയാൽ മതി. ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെട്ടതിൻ്റെ അടുത്ത്. അല്ലാതെ നമ്മൾ തൗഹീദിൻ്റെ ആളുകളാണ്, സുന്നത്തിൻ്റെ ആളുകളാണ്, സലഫിയത്തിൻ്റെ ആളുകളാണ്, ഹിജറ പോയാൽ മതി, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്, എവിടെ പോയാലും, ഇതൊന്നുമല്ല അതിൻ്റെ രീതികൾ. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നമ്മൾ ജിദ്ദയിലൊക്കെ ഉള്ള സമയത്ത് ചില സഹോദരന്മാർ ഇവിടെ ഇപ്പോഴും ചില ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ടാകും താനും. ഹിജറ പോകണം ആവേശമുണ്ട്. അതിനൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്ന രീതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിന് അതിന് പഠിപ്പിച്ചു കൊടുത്ത വഴികളുമുണ്ട്. ആ വഴികൾ കൃത്യമായി സ്വീകരിച്ച് ഇന്ന് പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഈ പറയുന്ന അതിരുകളും രാജ്യങ്ങളും അതിൻ്റെ രേഖകളൊക്കെ അന്നത്തിലേറെ കർശനമായി ആളുകൾ നടപ്പാക്കുന്ന ഈ കാലഘട്ടത്തിൽ ദീനിൻ്റെയും തൗഹീദിൻ്റെ പേരിൽ എവിടെയും പോയിട്ട് അപകടത്തിൽ ചെന്ന് ചാടരുത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോയി പരാജയപ്പെട്ടു, കുട്ടികൾ വഴിയാധാരമായി, ജീവൻ്റെ കാര്യത്തിൽ ഭീഷണിയായി എന്ന് പറഞ്ഞ് അത് അള്ളാഹുവിൻ്റെ കുറ്റമല്ല. കൈകാര്യം ചെയ്തു കൊടുത്ത് നമ്മൾ നടപ്പാക്കിയെടുത്ത് നമ്മുടെ അടുത്തുള്ള വീഴ്ചയാണ്. അത് കാര്യം വളരെ ഭംഗിയായി കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. അല്ലാതെ അള്ളാഹു സഹായിക്കും, ദീനാണ്, സലഫിയാണ്, തൗഹീദിൻ്റെ പേരിലാണ് ഹിജറ പോകാൻ അള്ളാഹും റസൂലും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആവേശം കൊള്ളരുതേ. ദാറുൽ അർക്കം എന്ന് പറയുന്നത് കാനത്ത് ഹാദിഹി ദാറു ഫി അസ്ലി സഫ പർവ്വതത്തിന്റെ അതിന്റെ താഴ്ഭാഗത്തായിരുന്നു ഈ വീടുണ്ടായിരുന്നത്. ബഈദത്തൻ അൻ അയുനി തുഗാത്തി വ മജാലിസിഹിം, ഈ ദുഷ്ടരായ ആളുകളിൽ നിന്നും അവരുടെ കണ്ണുകളിൽ സദസ്സുകളിൽ നിന്ന് അത് കുറച്ച് ദൂരമായിരുന്നു. അന്നത്തെ അവസ്ഥ ഞാനീ പറയുന്നത്, ഇന്നത് ദൂരമായി തോന്നൂല. കാബിന്റെ അടുത്തുനിന്ന് സഫ എന്ന് പറയുന്ന പർവ്വതം സഅയ് ചെയ്യുന്ന ഭാഗം ദൂരെ ഇന്ന് തോന്നൂല. അന്നങ്ങനെയായിരുന്നു. ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പഴയ മാപ്പുകളൊക്കെ നമുക്ക് അടിച്ചു നോക്കിയാൽ നെറ്റിൽ നിന്ന് പറഞ്ഞെടുത്തൊക്കെ പരിസരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുമ്പോൾ അതിൻ്റെ പഴയ ഫോട്ടോകളൊക്കെ.
അങ്ങനെ ഫഖ്താറഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് ആ വീടിനെ തെരഞ്ഞെടുക്കുകയാണ്. ലിയജ്തമിഅ ഫീഹാ ബിൽ മുസ്ലിമീന സിർറാ, മുശ്രിക്കീങ്ങൾ ഈ അക്രമികളായ ദുഷ്ടരായ ആളുകൾ കാണാതെ രഹസ്യമായിട്ട് അവിടെ ഒരുമിച്ച് കൂടാൻ വേണ്ടി. ഈ പറയുന്ന സഹാബികളുള്ള ദയ കാരണം. അള്ളാഹുവിന്റെ ദീനല്ലേ, കഅബ ശരീഫിന്റെ പരിസരല്ലേ, നമുക്ക് പരസ്യമായിട്ട് ദഅവത്ത് നടത്തല്ലേ? അങ്ങനെയൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത്. ആളുകളുടെ രക്തത്തിനും അവരുടെ അഭിമാനത്തിനും അവരുടെ ശരീരത്തിനും അന്തസ്സിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരമാവധി ഉപദ്രവങ്ങളും ശത്രുതയും ആളുടെ ആക്രമണങ്ങളും അത് ഒഴിവാക്കിക്കൊണ്ട് നല്ല നിലക്കുള്ള ദഅവത്ത് രഹസ്യമായിട്ട്. ഫയത്ലു അലൈഹിം ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ പാരായണം ചെയ്ത്, വയുസക്കീഹിം വയുഅല്ലിമുഹും, അവർക്ക് കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്ത് അവരെ ശിർക്കിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നിട്ടും അവരെ ശുദ്ധീകരിച്ച്, അങ്ങനെ വലിയ അദ്ദിയൽ മുസ്ലിമൂന ഇബാദത്തുഹും വ അമാലഹും, മുസ്ലിമീങ്ങൾ അവരുടെ ആരാധനകളും അവരുടെ ചെയ്യേണ്ട കാര്യങ്ങളും സമാധാനത്തോടു കൂടെ നിർവഹിക്കാൻ വേണ്ടി വയത്തലഖൂ മാ അൻസലല്ലാഹു അലാ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേർ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ആയാത്തുകൾ, അധ്യാപനങ്ങൾ, നിയമങ്ങൾ അവരേറ്റെടുത്ത് സ്വീകരിക്കാൻ വേണ്ടി വഹും ഫി അംനിൻ വസലാം, രക്ഷയും സുരക്ഷയുമായിട്ട് സമാധാനത്തോടുകൂടെ. അതില്ലാതെ ഭീഷണി നേരിട്ട് ഞാൻ റസൂലുള്ളയാണ്, ഇതാ റസൂലിൻ്റെ അനുയായികളാണ്, ബൽ മുശ്രിക്കീങ്ങളാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണം, അങ്ങനെയൊന്നല്ല. മുസ്ലിമീങ്ങൾ ഇതിലൊക്കെ ഹിക്മത്തോടുകൂടെ വളരെ നല്ല നിലക്ക് പരമാവധി ആളുകൾക്ക് ഉപദ്രവവും കാര്യങ്ങളും ഒഴിവാക്കി ഭീഷണികളും കാര്യങ്ങളും അതിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ഇതിലൊക്കെ വ്യക്തമായ ഹിക്മത്തുകൾ ഉണ്ടാകും. കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരുമ്പോൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകും വേണം. എടുത്തുചാട്ടങ്ങളോ മറ്റുള്ളവരെ സമ്മർദ്ദത്തിലാക്കി മറ്റുള്ളവരോട് ഏറ്റുമുട്ടലിന് പോയി അപകടങ്ങൾ വരുത്തി വെക്കാനോ ഒരിക്കലും നിൽക്കരുത്. വലിയദ്ഖുല മൻ യദ്ഖുലു ഫിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആൾ കടന്നു വരാൻ, വലാ യഅലമു ബിഹി തുഗാതു മിൻ അസ്ഹാബി സത്വത്തി വൻ നിഖമത്തി, ആളുകൾ ഉപദ്രവിക്കുന്ന ഈ ധിക്കാരും അഹങ്കാരമുള്ള ആ ആളുകൾ അറിയാതെ ഇസ്ലാമിലേക്ക് സ്വസ്ഥമായിട്ട് കടന്നു വരാനുള്ള ആളുകൾക്ക് സാഹചര്യം ഒരുക്കിക്കൊടുത്ത്, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ദാറുൽ അർഖമിനെ തിരഞ്ഞെടുക്കാൻ കാരണം. വമിമ്മാ ലം യകുൻ യശുക്കു ഫീഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സംശയവുമില്ല അള്ളാഹുവിൻ്റെ റസൂൽ മുസ്ലിമീങ്ങളുമായി പരസ്യമായിട്ട് കഅബ ശരീഫിൻ്റെ അടുത്തോ മസ്ജിദുൽ ഹറാമ പള്ളിൻ്റെ അവിടെ എവിടെയും വന്ന് ഒരുമിച്ച് കൂടിയാൽ ലഹാവലിൽ മുശ്രിക്കൂന ബികുല്ലി മാ ഇൻദഹും മിനൽ ഖുവ്വത്തി വൽ ഗില്ല, പരുഷമായ നിലക്ക് മിനൽ ഖസ്വത്തി, കടുകട്ടിയുള്ള മനസ്സ് വെച്ച് അവർ ഏതൊക്കെ നിലക്ക് അവരെ തടയാൻ കഴിയുമോ അതൊക്കെ അവർ ശ്രമിക്കുമായിരുന്നു. പ്രവാചകന്റെ ഈ പറയുന്ന ദഅവത്തിൻ്റെയും പ്രവാചകന്റെയും ഇടയിൽ ആ മുഅ്മിനീങ്ങൾക്ക് വന്നു ചേരാൻ പറ്റാത്ത നിലക്ക് അവർ തടയുമായിരുന്നു. ഖുർആനും സുന്നത്തും പഠിക്കാൻ അവർക്ക് സൗകര്യപ്പെടാതെ വരുമായിരുന്നു. വറുബ്ബമാ അഫ്ളാ ദാലിക ഇലാ മുസാദമത്തിൽ ഫരീഖൈൻ, മുഅ്മിനീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് അത് കാരണമാകുമായിരുന്നു. പരമാവധി അത് ഒഴിവാക്കി, ഈ ഏറ്റുമുട്ടലുകളും അക്രമങ്ങളും ഭീഷണികളും ഒഴിവാക്കി അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾക്ക് സമാധാനത്തോടുകൂടി എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിച്ചത്. ബൽ എന്ന് മാത്രമല്ല ഖദ് വഖഅ ദാലിക ഫായിലൻ, ചില ഘട്ടങ്ങളിലൊക്കെ അത് സംഭവിക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ മലഞ്ചെരുവുകളിലൊക്കെ ഒരുമിച്ച് കൂടലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് നിസ്കരിക്കുമായിരുന്നു. അപ്പം കുഫാറുകളിൽപ്പെട്ട ചില ആളുകൾ ഒരിക്കൽ അവരെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കലും പരസ്പരം വലിയ അക്രമങ്ങളും ഉണ്ടായി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവരിൽപ്പെട്ട ഒരാൾ അടിച്ച് ചോര ഒലിച്ച് ഇങ്ങനത്തെ പ്രയാസങ്ങൾ അവിടെ നേരിട്ടിരുന്നു എന്നുള്ളതൊക്കെ ചില ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പരമാവധി അത് ഒഴിവാക്കി, അക്രമങ്ങളും ഭീഷണികളും ഒഴിവാക്കി സ്വസ്ഥമായി സമാധാനത്തോടുകൂടെ ദീന് സ്വീകരിക്കാനുള്ള സാഹചര്യം അവർക്ക് റസൂൽ ഒരുക്കി കൊടുത്തു എന്നുള്ളത്. വമഅലൂമൻ അന്നൽ മുസാദമത, ഈ പറയുന്ന ഏറ്റുമുട്ടലുകൾ അത് ലൗ തഅദ്ദദത്, അത് കൂടി വന്നാൽ, വതാലത്, അത് പല സമയത്തും അത് ഉണ്ടായി കഴിഞ്ഞാൽ, അഫ്ളത്തി ഇലാ തദ്മീരിൽ മുസ്ലിമീന വഇബാദത്തിഹിം, മുസ്ലിമീങ്ങളെ തകർക്കൽ വരും, അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കൽ വരും. ഫകാന മിനൽ ഹിക്മത്തി അസ്റിയ്യത്തു വൽ ഇഖ്തിഫാ, ചുരുക്കത്തിൽ അവിടെ ഹിക്മത്ത്, അവിടെ ഏറ്റവും കൃത്യമായ അറിവിൻ്റെ ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, അവിടുത്തെ യുക്തി അത് രഹസ്യമായി പരമാവധി അവരെ കണ്ണിൽപ്പെടാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. ആവേശം കൊള്ളലല്ല എന്ന് ചുരുക്കത്തിൽ, ആവേശം കൊണ്ട് അപകടം വിളിച്ചു വരുത്തലല്ലായിരുന്നു. ഫക്കാന ആമത്തു സഹാബത്തി യുഖ്ഫൂന ഇസ്ലാമഹും വ ഇബാദത്തുഹും വ ഇജ്തിമാഅഹും, മിക്കവാറും സഹാബികളൊക്കെ അവരെ ഇസ്ലാം അതേപോലെ അവിടെ ആരാധനകൾ അവിടെ ഒരുമിച്ച് കൂടൽ മറ്റുള്ള മുശ്രിക്കീങ്ങൾ അവർ മറച്ചു വെക്കലുണ്ടായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന യജ്ഹറു ബിദ്ദഅവതി വൽ ഇബാദത്തി ബൈന ളഹ്റാനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ഇടയിൽ പോയി പരസ്യമായി നിർവഹിക്കലുണ്ടായിരുന്നു. റസൂലിന്റെ കാര്യം വേറെയാണ്. അവർക്ക് പ്രവാചകനെ കുറിച്ചുള്ള ഹൈബത്തും ആ ഭയവും പേടിയും കുടുംബപരമായിട്ടും ആ വ്യക്തിത്വപരമായിട്ടും അവർക്കതുണ്ടായിരുന്നു. മറ്റുള്ള മുശ്രിക്കീൻ ഇപ്പോൾ റസൂലിനെ ശത്രുക്കൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അബ്ദുല്ലാഹ് മസ്ഊദ് അത് കാണാൻ രംഗം, പക്ഷെ അദ്ദേഹത്തിന് കഴിയൂല. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇത്രത്തോളം ഗൗരവമായ ഇത്രത്തോളം പ്രയാസകരമായ കാര്യം മുശ്രിക്കുകൾ ചെയ്യുമ്പോൾ എന്നാൽ കഴിയുന്നത് ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ റസൂൽ അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എതിർത്തില്ല, എന്തുകൊണ്ട് തടഞ്ഞില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനത്തെ വിഷയങ്ങൾ ലാ യസ്രിഫുഹു, പ്രവാചകനത് പരസ്യമായി ചെയ്യുമായിരുന്നു. ലാ യസ്രിഫുഹു അൻദാലിക, ആർക്കും അവരെ പ്രവാചകനെ തിരിക്കാനോ തടയാനോ സാധ്യമല്ലായിരുന്നു. വലാകിൻ കാന യജ്തമിഉ മഅൽ മുസ്ലിമീന സിറാ, മുസ്ലിമീങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടുന്നത് രഹസ്യമായിട്ട്. നളറലി സ്വാലിഹിം വസ്വാലിഹിൽ ഇസ്ലാം, അവരുടെയും ഇസ്ലാമിൻ്റെയും നന്മ നോക്കി. അങ്ങനെയായിരുന്നു പ്രവാചകൻ ചെയ്തത്. വളരെ നല്ല, ഏറ്റവും നല്ല ഹിക്മത്തുള്ള കാര്യബോധവും ലക്ഷ്യബോധവും തൻ്റെ ഇടവുമുള്ള ആ ഹിക്മത്തായിരുന്നു, ഹിക്മത്തോടു കൂടിയുള്ള ദഅവത്തായിരുന്നു പ്രവാചകൻ ചെയ്തത്. ഹബശിയിലേക്കുള്ള ഹിജറ കാനത്ത് ബിദായത്തുൽ ഇഅ്തിദാഅതി ഫി അവാസിത്തി ഔ അവാഖിരി അസ്സനത്തി റാബിയത്തി മിൻ നുബുവ, പ്രവാചകന് നുബുവത്ത് കിട്ടിയതിൻ്റെ 4ാമത്തെ വർഷത്തിൻ്റെ ഏകദേശം മധ്യത്തിലും അവസാനത്തിലുമാണ് ഈ പറയുന്ന ശത്രുക്കളുടെ ഭാഗത്തുനിന്നുള്ള ശാരീരികമായ ഉപദ്രവങ്ങൾ ആരംഭിച്ചത്. ബദഅത്ത് ലൈഫ, തുടക്കത്തിൽ അത് വളരെ കുറഞ്ഞ നിരക്കായിരുന്നു. പിന്നീട് ഓരോ ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും അത് കൂടി വന്നു ഉപദ്രവങ്ങൾ. ഹത്താ തഫാഖമത്ത് ഫി അവാസിത്തി അസ്സനത്തിൽ ഖാമിസ, ഹിജറ നുബുവത്തിൻ്റെ 5ാമത്തെ വർഷത്തിൻ്റെ ഏകദേശം മധ്യമായപ്പോഴേക്ക് അവരിൽ നിന്ന് ഉപദ്രവങ്ങൾ കഠിനമായി വന്നു, ശക്തമായി വന്നു. മക്കയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു മുസ്ലിമീങ്ങൾക്ക്. വനബാബിഹിം അൽ മഖാമു ഫി മക്ക, മക്കയിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു മുസ്ലിമീങ്ങൾക്ക്. അതിന് മാത്രം ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ. അപ്പോ വഅഖദു യുഫക്കിറൂന ഫി ഹീലത്തിൻ തുൻജീഹിം മിൻ ഹാദൽ അദാബിൽ അലീം, ഈ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന്, ശത്രുക്കളുടെ ശിക്ഷകളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കൗശലം, എന്തെങ്കിലും ഒരു പരിഹാരം അവർ ചിന്തിക്കാൻ തുടങ്ങി. വഫീ ഹാദിഹിൽ ളുറൂഫി നസലത്ത് സൂറത്തു സുമർ, സുമറിലുള്ള സൂറത്ത്, ആ സുമർ എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്, ഈ സാഹചര്യത്തിലാണ്. അതിൽ എന്തുണ്ട്? തുഷീറു ഇല ഇത്തിഖാദി സബീലിൽ ഹിജ്റ, അള്ളാഹുവിൻ്റെ ദീനുമായ ഒരു രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ അതിന് സ്വസ്ഥതയുള്ള, അതിന് പറ്റുന്ന രാജ്യത്തിലേക്ക് നാട് വിട്ടു പോകുന്ന ഹിജ്റയെക്കുറിച്ച് സൂറത്തു സുമറിൽ പരാമർശങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നത് അവൻ്റെ ഭൂമി വിശാലമാണ്, ഒരു നാട് ഇടുങ്ങിയതല്ല. ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീനിൽ, തൗഹീദിൽ, സുന്നത്തിലായി ജീവിക്കുന്ന ആളുകൾക്ക് നല്ല പ്രതിഫലങ്ങളുണ്ട്, സ്വർഗമുണ്ട്, പ്രതിഫലമുണ്ട്. ആ ദീനുമായി ലോകത്ത് ജീവിക്കാൻ നിങ്ങൾ ജനിച്ചു വീണ മണ്ണ് അതിന് പര്യാപ്തമല്ലെങ്കിൽ, അതിനവിടെ സാധ്യമല്ലെങ്കിൽ, വഅർളുല്ലാഹി വാസിഅത്തുൻ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിച്ച് പിറന്ന നാട്ടിൽ നിന്ന് മാറിപ്പോകേണ്ടി വന്നാൽ പോലും അള്ളാഹുവിൻ്റെ ദീനും ആദർശവും അത് അടിയുറച്ചതിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. ഭൂമി വിശാലമാണ്. ഒരു നാട്ടിൽ നിന്ന് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അതിന് പറ്റുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ് എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന ഹിജ്റയെ കുറിച്ച് പറയുന്ന ആയാത്തുകൾ സൂറത്തു സുമറിൽ ഇറങ്ങാണ് ഈ സമയത്ത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, മക്ക എന്ന് പറയുന്നത് ഈ ഭൂമുഖത്തുള്ള ഏറ്റവും പവിത്രമായ പ്രദേശമാണ്. കഅബ ഷരീഫ് അള്ളാഹുവിൻ്റെ ഭവനമാണ്. ഈ ലോകത്ത് പണി കഴിപ്പിക്കപ്പെട്ട, ഉയർത്തപ്പെട്ട ഏറ്റവും പവിത്രമായ ഭവനവുമാണ്. അതിൻ്റെ പരിസരത്ത് നിൽക്കുക എന്ന് പറയുന്നത് ലോകത്തന്നുണ്ടായിരുന്ന മറ്റുള്ള ആളുകളുടെ അടുത്ത് മുഴുവനും ഈ പറയുന്ന മക്കക്കാർക്ക്, ഹറമിൻ്റെ ആളുകൾക്ക് പ്രത്യേകമായ പരിഗണനയും ഉണ്ടായിരുന്നു, ആദരവും സുരക്ഷയും ഉണ്ടായിരുന്നു. അവിടെ ഈ ദീനുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ നിന്ന് പോലും മാറാൻ അവർ തയ്യാറാകുക, അള്ളാഹു അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത്. അതിനുള്ള വഴികൾ എവിടെയാണ്? അതിനുള്ള പരിഹാര മാർഗങ്ങൾ എവിടെ? ആഫ്രിക്കയ്ക്കാണ് പോകുന്നത്, ആഫ്രിക്കയിലേക്ക്, ഹബശയിലേക്ക്. നമ്മളിന്ന് ഈ പറയുന്ന ആഫ്രിക്കയിലേക്കാണ് ഇത്ര പവിത്രമായ, ഇത്ര ശ്രേഷ്ഠമായ മണ്ണിൽ നിന്ന് അവർ പോകേണ്ടി വരുന്നത്, ദീനിൻ്റെ പേര്. അപ്പം അതും തന്നെ നമുക്കൊരു മാതൃകയാണ്. അള്ളാഹുവിൻ്റെ ദീന ആദർശം അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളൊരു നാട്ടിൽ, പിറന്നു വീണ നാട്ടിൽ നമുക്കതിന് സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലെങ്കിൽ ഒരു മനപ്രയാസവുമില്ലാതെ ക്ഷമ അവലംബിച്ചുകൊണ്ട് ആ ദീനിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് മാറാവുന്നതേ ഉള്ളൂ. ചില ആളുകൾ പറയും, പിറന്ന നാട്ടിൽ നിന്ന് പോയി വേറെ നാട്ടിൽ പോയി ജീവിച്ചു. മറാഠികൾ, മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള ആളുകൾ പറയുന്ന പോലെ മണ്ണിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് ആവേശം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. പിറന്ന മണ്ണിലേ ഞങ്ങൾ ജീവിക്കൂ, നിങ്ങളിപ്പോൾ നാടൊക്കെ വിട്ടുപോയി സ്വന്തം നാട്ടിൽ നിൽക്കാതെ. നമ്മുടെ ജിദ്ദീന്ന് ഒരാൾ പറഞ്ഞ സമയത്ത് ഞാൻ ഈ ലോകത്ത് വന്ന പ്രവാചകന്മാരെ ബഹുഭൂരിഭാഗത്തിന് ചരിത്രം പരിശോധിച്ചാൽ
ജനിച്ചതൊരു നാട്ടിലാണ്, മരിച്ചത് മറ്റൊരു നാട്ടിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം, ഇബ്രാഹിം നബി അടക്കം. സ്വന്തം പിതാവ് സ്വർഗത്തിലാണ് അദ്ദേഹത്തിന് ഉടലെടുക്കുന്നത്. ആ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചത് ഈ ഭൂമിയിലാണ്. അതൊക്കെ ഉണ്ടാകും. അതല്ലാതെ ഞാൻ ജനിച്ച മണ്ണിലേ മരിക്കും, അതിൽ ആവേശം കൊള്ളേണ്ട ആവശ്യമല്ല. അത് മറ്റു ചില ആളുകളൊക്കെ കൊള്ളുന്ന ആവേശങ്ങളുമാണ്. ദീൻ അത് സുരക്ഷിതമാണോ? ആ ദീൻ ആദർശം അത് നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടോ? ഒരു രാജ്യമോ 2 രാജ്യമോ 1 നാടോ 2 നാടോ മാറാവുന്നതേ ഉള്ളൂ. അർളുല്ലാഹി വാസിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെടുക്കുന്ന പ്രയാസങ്ങൾക്ക് ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയുമില്ലാതെ ക്ഷമിച്ച് പോകുന്ന ആളുകൾക്ക് പ്രതിഫലങ്ങൾ അല്ലാഹു അവർക്ക് പൂർണ്ണമായി നൽകും. ക്ഷമിക്കുന്ന ആളുകൾക്ക് കയ്യും കണക്കുമില്ലാതെ. ദുന്യാവിൽ എണ്ണപ്പെട്ട വർഷങ്ങളാണ്, കാലങ്ങളാണ്, സമയങ്ങളാണ്. അതിൽ മാറേണ്ടി വന്നാൽ, പോകേണ്ടി വന്നാൽ, അള്ളാഹുവിൻ്റെ റസൂൽ ഇത്ര പവിത്രമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് യസ്രിബ് എന്ന പേരായിരുന്നു മദീനക്കുണ്ടായത്. യസ്രിബ്. അന്നവിടെ ദാരിദ്ര്യമായിരുന്നു, അന്നവിടെ രോഗങ്ങളുണ്ടായിരുന്നു, അന്നവിടെ ജൂതന്മാരായ ആളുകളുടെ ആധിപത്യമായിരുന്നു, ഭൗതികമായ വിഭവങ്ങളൊന്നുമില്ലാത്ത പ്രദേശം, അറിയപ്പെടാത്ത പ്രദേശമായിരുന്നു. അങ്ങോട്ടാണ് ഹിജറ പോകാൻ വേണ്ടി കൽപ്പിക്കുന്നത്. പ്രവാചകനത് അനുസരിച്ചു എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ചെന്നതിൻ്റെ ശേഷമാണ് ത്വയ്ബയായതും ത്വാബയായതും, അത് നന്നായത്, മദീനത്തുർ റസൂലായത്, മനുഷ്യർ മുഅ്മിനീങ്ങളായ ആളുകളെ ആകർഷിക്കുന്ന പ്രദേശമായതൊക്കെ പിന്നീടാണ്. ഇതേപോലെ എത്ര പവിത്രമായ, എത്ര ശ്രേഷ്ഠമായ, എത്ര ഭൗതികമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ള നാടിലാണെങ്കിൽ ആദർശത്തിന് സ്വസ്ഥതയില്ല, ദീനുമായി മുന്നോട്ട് പോകാൻ അവിടെ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ച് ആ നാട് അവൻ ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. അതല്ലാതെ ആദർശം ബലികഴിച്ചുകൊണ്ട്, ദീനിനെ കളഞ്ഞു കുളിച്ചുകൊണ്ട്, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആദർശത്തിന് ഒഴിവാക്കിക്കൊണ്ട് പോകുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. പക്ഷേ അതിന് സ്വീകരിക്കുന്ന വഴികൾ നമ്മളത് കൃത്യതയോടുകൂടെ, വ്യക്തതയോടുകൂടെ സ്വീകരിക്കണം. അപകടത്തിലേക്ക് കൊണ്ടുപോയി കുടുംബത്തിനെയും മറ്റും കൊണ്ടുപോയി തള്ളാനോ ചാടാനോ അപകടപ്പെടുത്താനോ നിൽക്കരുതേ. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് അലിമ, പ്രവാചകൻ അറിഞ്ഞിരുന്നു, അന്ന അസ്ഹമത്തൻ നജ്ജാശി മലിക്കിൽ ഹബശയിലുണ്ടായിരുന്ന രാജാവായ നജ്ജാശി, അസ്ഹമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നജ്ജാശി എന്ന് ആഫ്രിക്കയിൽ അവിടെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ പേരായിരുന്നു എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. മിസ്ർ ഭരിച്ചിരുന്ന ഒരു ഫറോമാരി എന്ന പേരിൽ അറിയപ്പെട്ടതുപോലെ മലിക്കുൻ ആദിൽ, അദ്ദേഹം നീതിമാനായ ഭരണാധികാരിയാണ് എന്ന് റസൂലിന് അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. ലോകകാര്യങ്ങളും വിവരങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കാൻ നിങ്ങൾ, ആഫ്രിക്കയിലുള്ള ഭരണാധികാരിയെക്കുറിച്ച് ഇവർക്ക് അറിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ നീതിബോധത്തെക്കുറിച്ചും ഭരണത്തിനെക്കുറിച്ചും അറിയുമായിരുന്നു. ലാ യുളമു ഇൻദഹു അഹദുൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ആരെയും ആക്രമിക്കപ്പെടുകയില്ല. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ ഗുണം അതാണ്, നീതിമാനായിരിക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ നിഴല്, അർശിന്റെ നിഴല് കൊണ്ട് ഖിയാമത്ത് നാളിൽ ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലൊന്നാണ് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഭരണാധികാരിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ് സൈന്യങ്ങൾ, അദ്ദേഹത്തിന്റെ കയ്യിലാണ് ആയുധങ്ങൾ, അദ്ദേഹത്തിന്റെ കയ്യിലാണ് അധികാരങ്ങൾ, അദ്ദേഹത്തിന്റെ കയ്യിലാണ് പവറുകൾ, സമ്പത്ത് അദ്ദേഹത്തിന്റെ. ആ വ്യക്തി ദുൽമ ചെയ്യാൻ വേണ്ടി വരിക എന്ന് പറയുന്നത് ഒരിക്കലും ആ മനുഷ്യനോട് യോജിച്ചത്. അധികാരം എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക്കുൽ മുൽക്ക്, അല്ലാഹുവാണ്, അധികാരം കൊടുക്കുന്നവനവനാണ്. അത് കിട്ടിയതിന്റെ ശേഷം പിന്നെ തന്റെ കീഴിലുള്ള പ്രജകളായ ആളുകളെ ദുൽമ ചെയ്യുക എന്ന് പറയുന്നത് അത് ദുഷ്ടനായൊരു മനുഷ്യന്റെ സ്വഭാവമാണ്. ഏത് കാലഘട്ടത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്ത് ആ അധികാരം കൊണ്ട് തന്റെ പ്രജകളെ പീഡിപ്പിച്ച ദുഷ്ടന്മാരായ പല ആളുകളെ ഈ ഭൂമിയിൽ അല്ലാഹു ശിക്ഷിച്ചത് മൃഗീയമായിട്ട്. അബ്രഹത്തി എന്ന് പറയുന്ന ആ മനുഷ്യനെ ശിക്ഷിച്ചത്, ഫിർഔനെ ശിക്ഷിച്ചത്, അതുപോലത്തെ ദുഷ്ടന്മാരായ ആളുകളെ സൃഷ്ടിച്ചു. മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ അവരുടെ മേൽ അധികാരത്തിൽ വന്നവർ ദുൽമിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായി അവർ കയ്യിലെടുക്കാവുന്ന ആയുധം ദുആയാണ്. മനം പൊട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ള സഹായത്തിന് വേണ്ടി, അതാണ് അവർ സ്വീകരിക്കേണ്ട ആയുധം. അതല്ലാതെ ഏറ്റുമുട്ടാനോ പ്രകോപനമുണ്ടാക്കാനോ തെരുവിലിറങ്ങാനോ ഭീഷണിപ്പെടുത്താനോ അതിനൊന്നും പോകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചെന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന ആ ആയുധം ദുആ, സിലാഹുൽ മുഅ്മിൻ, അത് ഉപയോഗപ്പെടുത്തും. ചുരുക്കത്തിൽ ഹബശയിലുണ്ടായിരുന്ന അസ്ഹമ റഹിമഹുല്ല, അദ്ദേഹം നീതിമാനായ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിനടുത്ത് ആരെയും ആക്രമിക്കപ്പെടുകയില്ല. അധികാരത്തിന്റെ ഹുങ്കിന്റെ പേരിൽ
ബനൂ ഇസ്രായേലിനോട് അതിക്രമം കാണിച്ച ഫിർഔൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ മുഅ്മിനീങ്ങളായ ആളുകൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെന്ന് പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മഹാനായ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ അവരോട് പറഞ്ഞത് ഇസ്തഈനു ബില്ലാഹി വസ്ബിറൂ, ഇസ്തഈനു ബില്ലാഹി വസ്ബിറൂ, അള്ളാഹുവിനോട് നിങ്ങൾ സഹായത്തെ തേടി ക്ഷമിക്കുക. മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് അതാണ്. അള്ളാഹുവിനോട് സഹായത്തെ തേടുക, ക്ഷമിച്ച് ഈ ആദർശത്തിൽ ദീനിൽ മുറുകെ പിടിച്ച് അതിൽ തുടർന്ന് മുന്നോട്ട് പോകുക എന്നത്. ആദർശം ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. നിസ്സഹായരാണ് എന്നൊരിക്കലും വിചാരിക്കും ചെയ്യരുത്. അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളിൽ, അടിമകളിൽ, അവൻ്റെ മലക്കൂത്തിൽ, അവൻ്റെ കാര്യങ്ങളിൽ കൃത്യമായ ലക്ഷ്യവും ബോധവും അറിവും വിവരവും ഒക്കെ ഉണ്ടാകും. അവന് ഹിക്മത്തുണ്ടാകും ഓരോ കാര്യങ്ങളിൽ. ഇസ്തഈനു ബില്ലാഹി വസ്ബിറു ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി. ഭൂമി അള്ളാഹുവിൻ്റെതാണ്. അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിലുള്ള വിഭവങ്ങൾ പല നിലക്കും പല രൂപത്തിലും നൽകും. പക്ഷേ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അടിമകൾക്ക് മാത്രം. ആർക്കെന്ത് അധികാരം ഉണ്ടെങ്കിലും, എത്ര സ്വാധീനം ഉണ്ടെങ്കിലും, എത്ര കഴിവും കപ്പാസിറ്റിയും ആൾക്കൂട്ടും അവരുടെ കൂടെ ഉണ്ടെങ്കിൽ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അടിമകൾക്ക് മാത്രമാണ്. ഈ പറയുന്ന സന്തോഷ വാർത്ത പ്രവാചകൻ അവർക്ക് നൽകി. ആ പ്രവാചകൻ കൊടുത്ത വിവരം അതേപോലെ അവരുടെ ജീവിതത്തിൽ അത് പുലർന്ന് കണ്ടും ചെയ്തു. ഇവിടെ ലാ യുളമു ഇൻദഹു അഹദുൻ, ആ രാജാവിൻ്റെ അടുത്ത് ആരെയും ആക്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് നീതിമാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഫഅമറൽ മുസ്ലിമീൻ അൻ യുഹാജിറു ഇലൽ ഹബിഷ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിമീങ്ങളോട് കഴിവുള്ള ആളുകൾ ഹബിഷയിലേക്ക് ഹിജറ പോയിക്കോളി, ഇവിടെ മക്കത്ത് നിന്ന് പ്രയാസപ്പെടണ്ട. ഫിറാറം ബിദീനിഹിം മിനൽ ഫിത്ന, ഫിത്നകളിൽ നിന്ന് ദീനും കൊണ്ട് ഓടിയിട്ട് ഹബിഷയിൽ പോയി അഭയം പ്രാപിച്ചോളി, അവിടെ പോയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് മുന്നോട്ട് പോയിക്കോളി. വഫീ റജബിൻ സനത 5 മിനൻ നുബുവ, നുബുവത്തിൻ്റെ 5ാമത്തെ വർഷത്തിൽ റജബ് മാസത്തിൽ അങ്ങനെ ഹാജറ അവ്വലു ഫൗജിൻ മിന സ്വഹാബത്തി ഇലൽ ഹബിഷ, ഹബിഷയിലേക്ക് സ്വഹാബത്തിൽപ്പെട്ട ആദ്യത്തെ കൂട്ടം ഹബിഷയിലേക്ക് അവർ ഹിജറ പുറപ്പെട്ടു. ആദ്യത്തെവർ വകാന മുക്കവ്വനം മിൻ 12 റജുലൻ വ 4 നിസ്വ, 12 പുരുഷന്മാരും 4 സ്ത്രീകളും. 12 പുരുഷന്മാരും 4 സ്ത്രീകളും. എന്നാലും അവരുടെ ദീനും കൊണ്ട് സുരക്ഷിതമായൊരു പ്രദേശം ലക്ഷ്യം വെച്ച് അവർ പോവുകയാണ്. സ്വന്തം ജനിച്ച രാജ്യമാണ്, പവിത്രമായ മണ്ണാണ്, അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ പരിസരമാണ്. അതൊക്കെ അവരെ മനസ്സിലുണ്ടായതിനോടുകൂടെ റഈസുഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അന്ന് ആ പോകുന്നവരുടെ അമീറായിക്കൊണ്ട് ഒരു നേതൃത്വമായി കൊണ്ടുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വളരെ നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. അദ്ദേഹത്തിന് വളരെ ലജ്ജയുണ്ടായിരുന്നു. അത്ര വലിയ സ്വഭാവ മഹിമയുള്ള ആൾ, മലക്കുകൾക്ക് പോലും അദ്ദേഹത്തിനെ കുറിച്ച് ലജ്ജയുണ്ടാകുന്ന അത്ര സ്വഭാവ മഹിമയുള്ള ആളായിരുന്നു. ആദർശത്തിൻ്റെ പേരിൽ നിന്ന് പോകാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഭാര്യ സൗജത്തുഹു റുഖയ്യത്തു ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകള് റുഖയ്യ റളിയല്ലാഹു അൻഹ. നമ്മൾക്ക് ചെറിയ വിഷമങ്ങൾ വരുമ്പോഴേക്കിന് ആകെ എന്തോ ആയി പോകുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവാചകന്റെ മകള് സ്വന്തം നാട്ടിൽ നിന്ന് പോകാൻ കഴിയാതെ, വാപ്പ എവിടെയാണ്, മറ്റുള്ള കുടുംബം എവിടെയാണ്, അതോടുകൂടെ ഭർത്താവിൻ്റെ കൂടെ ഹബിഷയിലേക്ക് ഹിജറ പോകുക ദീനിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞൊരു ഹദീസ് ഇതിൽ ഷെയ്ഖ് പറയുന്നുണ്ട്. ആ ഹദീസ് മുൻകറാണ്, സ്വീകരിക്കപ്പെടാൻ പറ്റാത്തതാണ്, ദഈഫാണ്. ഏറ്റവും ആദ്യം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഹിജറ പോയത് ഈ വീട്ടുകാരാണെന്നുള്ള ഇബ്രാഹിം നബിയുടെ ശേഷം എന്നുള്ള ഹദീസ് മുൻകറാണ്, ദഈഫാണ്. കാന റഹീലു ഹഉലാഇ തസല്ലുലൻ ഫീ ദുൽമത്തിൽ, രാത്രിയാണ് അവർ പുറപ്പെട്ടത്. പകലാണെന്നുണ്ടെങ്കിലും മുശ്രിക്കീങ്ങൾ പിടികൂടും, അവരനുവദിക്കില്ലായിരുന്നു. ഹത്താ ലാ തുഫ്തിന ലഹും ഖുറൈശ്, ഖുറൈശുകൾ അറിയാതിരിക്കാൻ വേണ്ടി ഖറജു ഇലൽ ബഹർ, സമുദ്രത്തിന്റെ ഭാഗത്തേക്കാണ് പോയത്. വയമ്മമു മീന അശ്വഐബ, ഷുഐബ എന്ന് പറയുന്നത് നമുക്കറിയാം, ജിദ്ദയിൽ ചെന്നാൽ ജീസാനിലേക്ക് പോകുന്ന റോട്ടിൽ കൂടെ കുറച്ചുകൂടെ പോയാൽ അവിടെ ഇന്ന് സൗദി അറേബ്യൻ്റെ ജിദ്ദയുടെ ആ ഭാഗത്തുള്ള ഇലക്ട്രിക്കിൻ്റെ സംവിധാനങ്ങൾ കാര്യങ്ങൾ ഷുഐബ അറിയപ്പെട്ട പ്രദേശമാണ്. അവിടെ അന്ന് സീപോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്, അവിടെ കപ്പലുകൾ വന്ന് നങ്കൂരമുള്ള സ്ഥലമായിരുന്നു. അവിടെ അങ്ങോട്ടാണ് ഇവർ പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരവിടെ എത്തിപ്പെടുന്ന സമയത്ത് അള്ളാഹു അവർക്ക് സഹായമെന്നോണം 2 കച്ചവടക്കാരായ ആളുകളുടെ 2 കപ്പലുകൾ, കച്ചവട കപ്പലുകൾ, ഉൽപ്പന്നങ്ങളും സാധനങ്ങളും ചരക്കുകളും ഇങ്ങോട്ടും അങ്ങോട്ടും കൊണ്ടുപോകുന്ന 2 കപ്പലുകൾ ഉണ്ടായിരുന്നു. കാലിയടിച്ച് പോവുകയാണ്. ഇങ്ങോട്ട് മക്കയിലേക്ക് ചരക്ക് കൊണ്ടുവന്ന് ഹബിഷയിലേക്ക്, ആഫ്രിക്കയിലേക്ക് തിരിച്ചു പോകുന്ന 2 കപ്പലുകൾ അവർക്ക് അവിടെ ഒത്തുകിട്ടി. അബ്ഹറത ബിഹിം ഇലൽ ഹബഷ, ഇവരെയും കൊണ്ട് അവർ ഹബിഷയിലേക്ക് സമുദ്രത്തിൽ കൂടെ സഞ്ചരിച്ചു, യാത്ര പോയി. വഫത്തിനത്തിലഹും ഖുറൈശ്, ഇങ്ങനെ കുറച്ച് ആളുകൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ള വിവരം ഖുറൈശികൾക്ക് കിട്ടി.
നേരം പുലരുന്ന സമയത്ത്. അപ്പൊ ഫഖറജത്ത് ഫി ആസാരിഹിം, അവരന്വേഷിച്ചു കൊണ്ടിട്ട് അവരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ചെന്നു. ലാക്കിൻ ലമ്മ ബലഗത് ഇല ഷാത്തി, അവിടെ ശുഐബ ആ സമുദ്രത്തിന്റെ കരയിലെത്തിയ സമയത്ത് കാനു ഖദിൻ ത്വലഖു ആമിനീൻ, ഇവർ സുരക്ഷിതരായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. 12 പുരുഷന്മാരും 4 സ്ത്രീകളും. വ അഖാമൽ മുസ്ലിമൂന ഫിൽ ഹബശത്തി ഫി അഹ്സനി ജിവാർ, നീതിമാനായ ഏറ്റവും നല്ല ഭരണാധികാരിയുടെ ആ ഭരണത്തിന്റെ കീഴിൽ, ആ തണലിൽ, ആ സ്വസ്ഥതയിൽ അവരവിടെ കഴിച്ചുകൂട്ടി. അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യർക്ക് ഇവിടെ തണൽ വിരിക്കുമ്പോൾ അള്ളാഹു അതിന് പകരമായി കൊണ്ട് ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ അവർക്ക് അവൻ്റെ അർശിൻ്റെ തണൽ കൊണ്ട് ആദരിക്കും. അവർ നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ബലഹീനരായ മനുഷ്യന്മാർ അധികാരത്തിൻ്റെ ഹുങ്ക് കൊണ്ട് ആളുകളെ മനസ്സും ശരീരവും ചൂട് പിടിപ്പിച്ചാൽ അങ്ങനത്തെ ധിക്കാരികൾ അള്ളാഹു ഈ ലോകത്ത് വെച്ച് പിടികൂടും. പരലോകത്ത് അവർ അതികഠിനമായി അവൻ്റെ നരകത്തിൽ വെച്ച് അവരെ പിടികൂടി സൂക്ഷിക്കും. അവരെ മനസ്സും ശരീരവും അള്ളാഹു കത്തിക്കും, അവിടെ കരിക്കും, ചൂടാക്കും ചെയ്യും. ഏത് ധിക്കാരിയാണെങ്കിലും എത്ര അധികാരമുള്ളവരാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് അധികാരം കൊണ്ട് ബലഹീനരായ മനുഷ്യരെ പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുടെ പിടിയിൽ നിന്ന്, അവരുടെ അധികാരത്തിൻ്റെ ഹുങ്കിൽ നിന്ന് ബലഹീനരായ സകല മുഅ്മിനീങ്ങളെയും മുവഹ്ഹിദീങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ, രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഈ പറയുന്ന ആളുകൾ ഹബശയിലേക്ക് ഹിജ്റ പോയി. മക്കയിലുണ്ടായിരുന്ന ആളുകൾ വീണ്ടും ബലഹീനരായ ആളുകൾ പ്രയാസങ്ങളും ദുരിതങ്ങളിൽ വീണ്ടും കഴിച്ചുകൂട്ടുന്നു. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ ഹറമിൽ ചെന്നിട്ട് നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യാണ്. വഫി റമദാന മിൻ നഫ്സി സനത്തി, നുബുവത്തിന്റെ 5ാമത്തെ വർഷത്തിൽ ഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഹറം, പ്രവാചകൻ ഹറമിലേക്ക് ചെന്നു. അങ്ങനെ ചെന്ന സമയത്ത് വഫീഹി ജംഉൻ കബീറും മിൻ ഖുറൈശിൻ, ഖുറൈശികൾപ്പെട്ട ധാരാളം ആളുകൾ ആ പരിസരത്തൊക്കെ ഉണ്ട്, മുഅ്മിനീങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും. ഫീഹിം സാദാത്തുഹും വകുബറാഉഹും, പ്രമുഖരായ ആളുകൾ, ഖുറൈശികളുടെ പ്രമുഖരായ ആളുകൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ അവിടെ ഉണ്ട്. അങ്ങനെ സാധാരണ ചെയ്യുന്നത് പോലെ അവിടെ ചെന്ന് നിന്ന് നിസ്കരിക്കുകയാണ്. അതിൻ്റെ ഫഖാമ ഫീഹിം, ആ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഫാജഅഹും, നിസ്കാരത്തിലാണ്, അതല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുക. സാധാരണ പ്രവാചകന്റെ പതിവ് അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കലായിരുന്നു. വഫാജഅഹും ബിതിലാവത്തി സൂറത്തിൻ നജ്ം, സൂറത്തുൻ നജ്ം പെട്ടെന്ന് അവിടെ വെച്ച് പാരായണം ചെയ്ത് തുടങ്ങി. വലം യകുൻ ഉലൈകൽ കുഫാറു സമിഉ കലാമല്ലാഹി മിൻ ഖബൽ, മുശ്രിക്കുകൾ മുമ്പ് ഇങ്ങനെ ഭംഗിയായിട്ട് ഖുർആൻ കേൾക്കലില്ലായിരുന്നു. അവരതിന് തടസ്സങ്ങളും കാര്യങ്ങളും സൃഷ്ടിക്കലുണ്ട്. ഇത് അപ്രതീക്ഷിതമായ ഒരു ഒത്തുകൂടലായി. ലിഅന്നഹും കാനൂ മുസ്തമിരീന അലാ മാ തവാസാ ബിഹിം ബഅദുഹും ബഅദൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചു. ലാ തസ്മഉ ലിഹാദിൽ ഖുർആനി, ഇത് കേൾക്കരുത്, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ചെയ്പൊത്തുമായിരുന്നു, അവർ തലമൂടി കെട്ടുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന. ഇത് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ സംഭവം ഒത്തുകൂടി എന്നുള്ളത്. ഫലമ്മാ ബാഗത്തഹും ബിതിലാവത്തി ഹാദിഹി സൂറ, സൂറത്തുൻ നജ്ം പാരായണം ചെയ്തു പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പ്രവാചകൻ. വഖറ ആദാനഹും കലാമുൻ ഇലാഹിയുൻ ഖല്ലാബ്, വളരെ മാസ്മരികമായ അഥവാ ആകർഷണീയമായ നിലക്ക് അള്ളാഹുവിൻ്റെ ആ വചനം അവരുടെ ചെവികളിൽ ചെന്ന് മുട്ടി. അവരത് കേട്ടു. വകാന അർവഅ കലാമിൻ സമിഉഹു ഖത്തു, അവരുടെ ജീവിതത്തിൽ കേട്ട ഏറ്റവും ആകർഷണീയമായ സംസാരമായിരുന്നു അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ. അതാണ്. അങ്ങനെ കേട്ടപ്പോൾ അഖദ മശാഇറഹും, അവരുടെ മനസ്സിലത് തട്ടി ഉള്ളിലേക്ക് കടന്നു. അതിൽ പറയുന്ന ആയാത്തുകളിൽ പറയുന്ന ആശയങ്ങളും കാര്യങ്ങളും അറബികളല്ലേ, അവർക്കത് ഉൾക്കൊണ്ട് അവരങ്ങനെ പ്രതീക്ഷിക്കാതെ ശ്രദ്ധിക്കാതെ അവർ തന്നെ അതിലേക്ക് ആകർഷണീയമായിട്ട് അപ്രതീക്ഷിതമായി അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. വനസൂമാ കാനൂ ഫീഹി, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന അവരുടെ ശബ്ദകോലാഹലങ്ങളും പരിഹാസങ്ങളും അതൊക്കെ അവർ മറന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാ യഖ്തുറു ബിബാലിഹി ഷൈഉൻ സിവാ, ഈ ഖുർആനിൽ പറയുന്ന ആശയ ആദർശങ്ങൾ ആകർഷണീയതല്ലാതെ ഒരാളെ മനസ്സിലില്ല. അങ്ങനെ സൂറത്തിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു എന്നുള്ള ആയത്തിലെത്തി. ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു, ശ്രദ്ധയോടെ അവർ കേട്ടു, പ്രതീക്ഷിക്കാതെ. അതിലുള്ള ആകർഷണീയത, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ആദർശങ്ങൾ, അതങ്ങനെ കേട്ടിങ്ങനെ പോകുമ്പോൾ പ്രവാചകൻ പാരായണം ചെയ്ത് അങ്ങനെ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു എന്ന് പറയുന്ന ആയത്തിലേക്ക് എത്തി. സുജൂദ് കൊണ്ട് കൽപ്പിക്കുന്ന ആയത്താണ്. അങ്ങനെ സുമ്മ സജദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് പാരായണം ചെയ്തപ്പോൾ സുജൂദ് ചെയ്തു. അപ്പോൾ ലം യതമാലക അഹദുൻ നഫ്സഹു ഹത്താ ഖറ സാജിദാ, ആ സദസ്സിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ മുഴുവനും അറിയാതെ സുജൂദിലേക്ക് പോയി. പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്ന ആ മനുഷ്യൻ സുജൂദ് ചെയ്യുന്നതിന് പകരം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മണ്ണ് വാരിയെടുത്തിട്ട് നെറ്റിയിലേക്ക് വെച്ച് എനിക്കിത് മതി എന്ന് പറഞ്ഞു. മുശ്രിക്കായിട്ട് മരിച്ച 2-3 ആളുകളെ പേരുകൾ പറയുന്നുണ്ട്.
ഏതാണെങ്കിലും അതിൽപ്പെട്ട ഏതോ ഒരാളാണ്, പ്രായം ചെന്ന ഒരാളത് ചെയ്തു, എല്ലാവരും സുജൂദ് ചെയ്തു. വഫിൽ ഹഖീഖത്ത്, യഥാർത്ഥത്തിൽ കാനത്ത് റൗഅത്തുൽ ഹഖി ഖദ് സദഅത്തുൽ ഇനാദ ഫീ നുഫൂസിൽ മുശ്രിക്കീൻ വൽ മുസ്തഹസി, പരിഹസിക്കുന്ന ആളുകൾ, ധിക്കാരികളുടെ മനസ്സിൽ ഈ പറയുന്ന മത്സര ബുദ്ധിയായിരുന്നു എപ്പോഴും അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ വചനം അത് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടപ്പോൾ, അതിൻ്റെ അർത്ഥം ആശയം അവരറിഞ്ഞപ്പോൾ, ഫമാ തമാലകു അൻ യഖിറു ലില്ലാഹി സാജിദീൻ, അള്ളാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ട് തലകുനിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത് സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ സദസ്സിൽ പങ്കെടുക്കാത്ത ആളുകൾ ഇവരെ വിമർശിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ ഇത് കേട്ടിട്ട് നിങ്ങളെല്ലാവരും ആ പറയുന്ന അവൻ്റെ ഈ ആകർഷണതയിൽപ്പെട്ട് സുജൂദ് ചെയ്തു എന്ന് വിമർശിക്കാൻ തുടങ്ങി. അപ്പോൾ മുശ്രിക്കീങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു. അതിന് കാരണം മുഹമ്മദ് ഞങ്ങളെ ബിംബങ്ങളെ പ്രശംസിച്ചതാണ്, എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ചില തഫ്സീറുകളിലും ഒക്കെ അത് വരുന്നുണ്ട്. അത് സഹിഹല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബിംബങ്ങളെ പുകഴ്ത്തിക്കൊണ്ടോ പ്രശംസിച്ചുകൊണ്ടോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവർ നിയന്ത്രിക്കാതെ, സ്വന്തം ശരീരത്തിന് മനസ്സിന് നിയന്ത്രണം കിട്ടാതെ ഈ ഖുർആനിൻ്റെ ആകർഷണതയിൽ അവർ പ്രവാചകൻ സുജൂദ് ചെയ്തപ്പോൾ, മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് അവരും സുജൂദ് ചെയ്തു എന്നുള്ളത്. ഈ സംഭവം ഉണ്ടായപ്പോൾ അത് മക്കയുടെ പുറത്തെ ഹബശയിലേക്ക് ഹിജറ പോയ ആളുകളുടെ ചെവിയിലും ഈ സംഭവം എത്തി. അപ്പം ഇവിടെ നടന്ന ഈ സംഭവം, ഏത് കാര്യങ്ങൾ അങ്ങനെയാണ്, ഏതെങ്കിലും വിഷയങ്ങൾ നടന്നു എന്നുണ്ടെങ്കിൽ അതിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ആളുകളുടെ ഇടയിൽ അത് പ്രചരിക്കുന്ന പല രൂപങ്ങളിലായിരിക്കും. ഹബശയിലുള്ള ആളുകൾക്ക് ഈ സംഭവം പ്രചരിച്ചത് മക്കയിലുള്ള മുശ്രിക്കീങ്ങളെല്ലാവരും സുജൂദ് ചെയ്തു, അവർ ഇസ്ലാം സ്വീകരിച്ചു, മക്കയിൽ മുമ്പുണ്ടായിരുന്ന ഉപദ്രവവും കാര്യങ്ങളൊക്കെ മാറി. അതുകൊണ്ട് ഇനി വീണ്ടും മക്കയിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ അവിടെ നമുക്ക് സുരക്ഷയാണ് എന്നുള്ള വിവരമാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഹബശയിലേക്ക് ഹിജറ പോയ കുറച്ച് ആളുകൾ തിരിച്ച് വീണ്ടും മക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു. അവർ മടങ്ങി വന്ന് ഇവിടെ ഉള്ള കപ്പൽ വന്ന് ഇറങ്ങിയ സമയത്ത് കിട്ടിയ വിവരം കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവർ സുജൂദ് ചെയ്തു. അവരതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. സത്യമല്ലെങ്കിൽ പോലും അതല്ലാതെ ആരും ഇസ്ലാമിലേക്ക് പ്രത്യേകിച്ച് പ്രമുഖരാരും വന്നിട്ടില്ല എന്ന്. അപ്പം പിന്നെ കുറച്ച് ആളുകൾ വീണ്ടും ഹബശയിലേക്ക് തന്നെ വീണ്ടും മടങ്ങിപ്പോയി. ഉസ്മാൻ റളിയല്ലാഹുവിനും റസൂലിൻ്റെ മകൾ റുഖയ്യ റളിയല്ലാഹു അവരൊക്കെ മടങ്ങി വന്നവരുടെ കൂട്ടത്തിലാണ്. വീണ്ടും ഈ പറയുന്ന മുശ്രിക്കീങ്ങളുടെ ഉപദ്രവങ്ങളും കാര്യങ്ങളും തുടർന്നുകൊണ്ടേ നിൽക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് രണ്ടാമത് പിന്നീട് മക്കയിൽ മുസ്ലിമായി ജീവിക്കാൻ പ്രയാസമായപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ആളുകൾ ഹബശയിലേക്ക് രണ്ടാമത് പിന്നീട് ഹിജറ പോവുകയാണ്. ആ സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് അടുത്തുള്ള സദസ്സുകളിൽ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് തൗഫീഖ് കൊണ്ട് പറയാം, കേൾക്കാം ഇൻഷാ അല്ലാഹ്. هذا وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.